ഗുഡ് ഈവനിങ് ഓൾ. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് പാർട്ണർഷിപ്പ് ഫേമിന്റെ അക്കൗണ്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ടോപ്പിക്കാണ്. ഓൾറെഡി ഒരു സോൾ ട്രേഡറുടെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതിനെ പറ്റി നമ്മൾ പഠിച്ചു. അതിനകത്ത് ട്രേഡിംഗ് അക്കൗണ്ട്, പി ആൻഡ് എൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ നോക്കിയായിരുന്നു അല്ലെ? യെസ്. സോ നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് പാർട്ണർഷിപ്പ് ഫേമിന്റെ അക്കൗണ്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ്. പാർട്ണർഷിപ്പ് ഫേമിന്റെ അക്കൗണ്ട്സ് ഓക്കെ ആണോ? സോ ആ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് എന്താണ് ഒരു പാർട്ണർഷിപ്പ് ഫോം ഓഫ് ഓർഗനൈസേഷൻ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. 1932 ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ടിന്റെ സെക്ഷൻ 4 പാർട്ണർഷിപ്പ് എന്താണ് എന്നതിനെ പറ്റി ഒരു ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്. സോ ആസ് പെർ സെക്ഷൻ 4 ഓഫ് പാർട്ണർഷിപ്പ് ആക്ട് 1932, പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേഴ്സൺസ് ഹു ഹാവ് എഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് എ ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിംഗ് ഫോർ ഓൾ. അതായത് രണ്ടോ രണ്ടിലധികമോ ആൾക്കാർ ചേർന്ന് എന്ത് തുടങ്ങുന്നു? ഒരു ബിസിനസ് തുടങ്ങുന്നു. അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അതിൽ നിന്ന് ലഭിക്കുന്ന പ്രോഫിറ്റ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ ആണോ? പ്രോഫിറ്റ് ഷെയർ ചെയ്യുക എന്ന് പറയുമ്പോൾ ലോസും ഷെയർ ചെയ്യും എന്നുള്ളത് ഇംപ്ലൈഡ് ആണ്, പക്ഷെ അത് എടുത്തു പറയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എടുത്തു പറയുന്നത് എഗ്രി ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് എ ബിസിനസ്. ക്ലിയർ ആണോ? ഇങ്ങനെയുള്ള ഒരു ബിസിനസ് ഒന്നെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സും കൂടെ ഒരുമിച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ണർ എല്ലാവർക്കും കൂടെ വേണ്ടി ചെയ്യുന്നു. ഓക്കെ ആണോ? സോ ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേഴ്സൺസ്, അതിനെയാ പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. സോ പാർട്ണർഷിപ്പ് എന്താണ്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേഴ്സൺസ്. എന്താ അവരുടെ ഇടയിലുള്ള എഗ്രിമെന്റ്? എഗ്രി ടു ഷെയർ പ്രോഫിറ്റ് ഓഫ് ബിസിനസ്. പ്രോഫിറ്റ് ഷെയർ ചെയ്യുക എന്ന് പറയുമ്പോൾ ലോസും ഷെയർ ചെയ്യുന്നുള്ള കാര്യം ഇംപ്ലൈഡ് ആണ്. ക്ലിയർ ആണോ? യെസ്. ഈ ബിസിനസ് എങ്ങനെയാണ് നടക്കുന്നത്? എയ്തർ എന്താ പറയുന്നത്, ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിംഗ് ഫോർ ഓൾ. ഓക്കെ അല്ലേ? യെസ്. ഇതിനെയാണ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. പാർട്ണർഷിപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ ഇതിനകത്ത് ഒരു എഗ്രിമെന്റ് ഉണ്ട് എന്നുള്ളതാണ്. എഗ്രിമെന്റ് ബിറ്റ്വീൻ 2 or more പേഴ്സൺസ്, രണ്ടോ രണ്ടിലധികമോ ആൾക്കാർ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്. ക്ലിയർ ആണോ? എന്തിനു വേണ്ടിയിട്ടുള്ള എഗ്രിമെന്റാ? പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എഗ്രിമെന്റ്. ഓക്കെ ആണോ? സോ ആസ് പെർ സെക്ഷൻ 5 ഓഫ് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932, ദ റിലേഷൻ ഓഫ് പാർട്ണേഴ്സ് അറൈസ് ഫ്രം കോൺട്രാക്ട് ബിറ്റ്വീൻ പാർട്ടീസ്. ക്ലിയർ ആണോ? പാർട്ടികൾ തമ്മിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത് വഴിയാണ് പാർട്ണർഷിപ്പ് രൂപം കൊള്ളുന്നത്. ഓക്കെ ആണോ? അല്ലാതെ സ്റ്റേറ്റസ് കൊണ്ടല്ല എന്ത് വരുന്നത്, പാർട്ണർഷിപ്പ് വരുന്നത്. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ഉണ്ട്. ഒരു ഹിന്ദു ജോയിന്റ് ഫാമിലി നിങ്ങൾ ജനിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആ HUF ഭാഗമാകും. അപ്പൊ നിങ്ങൾ ആ ഫാമിലിയിൽ ജനിച്ചു എന്നുള്ളത് കാരണമാണ് HUF ഭാഗമാകുന്നത്. ഒരിക്കലും ഇങ്ങനെയല്ല പാർട്ണർഷിപ്പിൽ വരുന്നത്. പാർട്ണർഷിപ്പിൽ നിങ്ങൾ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടണം. ഓക്കെ ആണോ? കോൺട്രാക്റ്റിൽ ഏർപ്പെടണം. എന്നാൽ മാത്രമേ പാർട്ണർഷിപ്പ് ഫോം ഓഫ് ബിസിനസ്സിൽ നിങ്ങൾ ഭാഗമാവുകയുള്ളൂ. ഓക്കെ ആണോ? സോ പാർട്ണർഷിപ്പ് അറൈസസ് ഫ്രം കോൺട്രാക്ട് ബിറ്റ്വീൻ പാർട്ടീസ്. ഓക്കെ ആണ്? ഈ സെക്ഷൻസ് ഒന്നും നോക്കണ്ട, ജസ്റ്റ് പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ എഗ്രിമെന്റ് എന്ന് പറയുന്ന ഒരു ഫോർമൽ എഗ്രിമെന്റ് ആകാം. ക്ലിയർ? എ ഫോർമൽ ഓർ റിട്ടേൺ എഗ്രിമെന്റ് ആകാം. പക്ഷെ അത് വേണമെന്ന് ഒരു തരത്തിലുള്ള നിർബന്ധവുമില്ല. ഫോർമൽ ഓർ റിട്ടേൺ എഗ്രിമെന്റ് ഈസ് നോട്ട് നെസസറി ടു ക്രിയേറ്റ് എ പാർട്ണർഷിപ്പ്. ഒന്നുകിൽ നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ടുള്ള ഫോർമൽ ആയിട്ടുള്ള എഗ്രിമെന്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ അതില്ല ഓറൽ ആയിട്ടുള്ള എഗ്രിമെന്റ് ആണെങ്കിലും കുഴപ്പമില്ല. വാക്കാൽ പറഞ്ഞും ഒരു പാർട്ണർഷിപ്പ് ഫോം ഓഫ് ബിസിനസ്സിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാം. രണ്ട് വ്യക്തികൾ എയും ബിയും പറയുകയാണ് നമുക്ക് ബിസിനസ് ചെയ്യാം, ഇതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം നമുക്ക് ഷെയർ ചെയ്യാം. ഇങ്ങനെ വാക്കാൽ മാത്രം പറഞ്ഞു പാർട്ണർഷിപ്പ് ഫോം ചെയ്യാം ആസ് പെർ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932. പക്ഷെ ഇതിന്റെ കുഴപ്പം, നാളെ നിങ്ങളുടെ ഇടയിൽ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായി കഴിഞ്ഞാൽ കോടതിയിൽ പോയി ചലഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. കാരണം ഇങ്ങനെ പാർട്ണർഷിപ്പ് നിലനിൽക്കുന്നു എന്ന് പറയാൻ നിങ്ങൾക്കൊരു ഡോക്യുമെന്റിന്റെ സഹായമില്ല. അതുകൊണ്ട് ഓറൽ ആയിട്ടുള്ള പാർട്ണർഷിപ്പ് ഫോം ചെയ്യാം, പക്ഷേ കോടതിയിൽ നിലനിൽക്കില്ല. അതുകൊണ്ട് എപ്പോഴും അഡ്വൈസബിൾ എന്താണ്, റിട്ടേൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫോർമൽ ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് തന്നെ കൊണ്ടുവന്ന് പാർട്ണർഷിപ്പ് തുടങ്ങുക എന്നുള്ളതാണ്. രണ്ട് ഓപ്ഷൻ ഉണ്ട്. either ഓറൽ ആയിട്ടും നിങ്ങൾക്ക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് ഫോം ചെയ്യാം, അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ടും ഫോം ചെയ്യാം. ക്ലിയർ ആണോ? ബെറ്റർ റിട്ടേൺ ആയി, ഫോർമൽ ആയി തന്നെ ഫോം ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതാണ് ഒന്നാമത്തെ ഫീച്ചർ, ഒരു എഗ്രിമെന്റ് അവിടെ ഉണ്ട് എന്നുള്ളത്. ക്ലിയർ ആണോ? രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഫീച്ചർ, ഇതൊരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം തുടങ്ങുന്നത്. ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം തുടങ്ങുന്നത്. അതായത് ചാരിറ്റി പർപ്പസിന് വേണ്ടി രണ്ട് വ്യക്തികൾ ഒരുമിച്ച് വരുന്നു, അതൊരിക്കലും പാർട്ണർഷിപ്പ് ആകില്ല. കാരണം ചാരിറ്റി ഒരു ബിസിനസ് അല്ല. ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താ? ലാഭം ഉണ്ടാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി ഒന്നെങ്കിൽ ട്രേഡിലോ അല്ലെങ്കിൽ മാനുഫാക്ചറിങ്ങിലോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷനിലോ എൻഗേജ്ഡ് ആകും. ക്ലിയർ ആണോ? എന്നാൽ മാത്രമേ അതിനെ എന്തെന്ന് വിളിക്കാൻ പറ്റൂ? പാർട്ണർഷിപ്പ് എന്ന് വിളിക്കാൻ പറ്റൂ. ക്ലിയർ ആണോ? സോ ബിസിനസ് ചെയ്യാൻ വേണ്ടിയായിരിക്കണം
പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് ഫോം ചെയ്യുന്നത്. പാർട്ണർഷിപ്പ് ക്യാൻ എക്സിസ്റ്റ് ഓൺലി ഇൻ ബിസിനസ്. ബിസിനസ്സിൽ മാത്രമേ പാർട്ണർഷിപ്പ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. ക്ലിയർ ആണോ? യെസ്. അപ്പൊ എഗ്രിമെന്റ് ഉണ്ട് എന്ന് വിചാരിച്ച് പാർട്ണർഷിപ്പ് ആകത്തില്ല. ആ എഗ്രിമെന്റ് ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം, എന്നാലേ അത് പാർട്ണർഷിപ്പ് ആകത്തുള്ളൂ. ചാരിറ്റി ചെയ്യാൻ വേണ്ടി രണ്ടുപേർ എഗ്രി ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് പാർട്ണർഷിപ്പ് ഫോം ഓഫ് ഓർഗനൈസേഷൻ. ക്ലിയർ ആണോ? അതൊരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആകും, ഒരിക്കലും പാർട്ണർഷിപ്പ് ആകില്ല. പാർട്ണർഷിപ്പ് ആകണമെങ്കിൽ എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. ആ എഗ്രിമെന്റ് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരിക്കണം. ഓക്കെ ആണോ? ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ആ പ്രോഫിറ്റിന് വേണ്ടിയിട്ട്. ഓക്കെ ആണോ? യെസ്. ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ണർഷിപ്പ് ആക്ടിൽ തന്നെ പറയുന്നുണ്ട് എന്താണ് ബിസിനസ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ ട്രേഡ് ആയിരിക്കാം, വാങ്ങി വിൽക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഒക്യുപ്പേഷൻ ആയിരിക്കാം, നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ ആയിരിക്കാം. അത് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ലാഭത്തിന് വേണ്ടിയിട്ട്. അതിനു വേണ്ടിയായിരിക്കണം നിങ്ങളും മറ്റൊരു വ്യക്തിയും അല്ലെങ്കിൽ കുറച്ചധികം ആൾക്കാരും ഒരുമിച്ച് കൂടുന്നത്. അങ്ങനെയാണെങ്കിലേ അത് പാർട്ണർഷിപ്പ് ആകൂ. സോ ഒന്നാമത്തെ പോയിന്റ്, അവിടെ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ പോയിന്റ്, ഈ എഗ്രിമെന്റ് ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടും ബിസിനസ്സിന് ലഭിക്കുന്ന ലാഭം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും ആയിരിക്കണം. മൂന്നാമത്തെ പോയിന്റ് ആണ് അത് ലാഭം ഷെയർ ചെയ്യാൻ വേണ്ടി ആയിരിക്കണം. ക്ലിയർ ആണോ? ഒരു എഗ്രിമെന്റ് ഉണ്ട്, ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പക്ഷെ ലാഭം ഷെയർ ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു പാർട്ണർഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ദ പേഴ്സൺസ് കൺസേൺ മസ്റ്റ് എഗ്രി ടു ഷെയർ പ്രോഫിറ്റ് ഓഫ് ബിസിനസ്. ബിസിനസിന്റെ പ്രോഫിറ്റ്, ലാഭം ഷെയർ ചെയ്യാൻ അവർ എഗ്രി ചെയ്യണം, എന്നാലേ അതിനെ പാർട്ണർഷിപ്പ് എന്ന് വിളിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ ആണോ? യെസ്. സെക്ഷൻ 4 ഓഫ് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 ഡസ് നോട്ട് ഇൻസിസ്റ്റ് അപ്പോൺ ഷെയറിംഗ് ഓഫ് ലോസ്. നഷ്ടം ഷെയർ ചെയ്യണം എന്നവിടെ പറയുന്നില്ല. ക്ലിയർ ആണോ? യെസ്. അതുകൊണ്ട് തന്നെ ഒരു പാർട്ണർഷിപ്പ് എഗ്രിമെന്റിൽ നഷ്ടം ഷെയർ ചെയ്യണം എന്നുള്ള ഒരു ക്ലോസ് ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഉണ്ടായിരിക്കേണ്ടത് എന്താ? ലാഭം ഷെയർ ചെയ്യണം എന്നൊരു ക്ലോസ് ആ എഗ്രിമെന്റിൽ ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? നഷ്ടം ഷെയർ ചെയ്തേ പറ്റുള്ളൂ പറഞ്ഞില്ലേലും കുഴപ്പമില്ല, പക്ഷെ ഉറപ്പായും പറഞ്ഞിരിക്കണം ലാഭം ഷെയർ ചെയ്യണം. ഈക്വലി ഷെയർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ ഏത് റേഷ്യോയിൽ പറയുന്നു ആ റേഷ്യോയിൽ ഷെയർ ചെയ്താൽ മതി. ഓക്കെ ആണോ? പക്ഷെ ലാഭം ഷെയർ ചെയ്യണം എന്നുള്ള ഒരു പ്രൊവിഷൻ അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ ആണോ? നഷ്ടം ഷെയർ ചെയ്യണം എന്നൊരു പ്രൊവിഷൻ ഇല്ലേലും കുഴപ്പമില്ല. ഓക്കെ അല്ലേ? യെസ്. അതാണ് മൂന്നാമത്തെ പോയിന്റ്, ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്. നാലാമത്തെ പോയിന്റ്, പാർട്ണർഷിപ്പിൽ മ്യൂച്വൽ ഏജൻസി ഉണ്ട്. മ്യൂച്വൽ ഏജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പാർട്ണറും മറ്റു പാർട്ണേഴ്സിന്റെ ഏജന്റായി പ്രവർത്തിക്കുന്നു. ഒരു പാർട്ണർഷിപ്പിൽ 3 പേരുണ്ടെന്ന് വിചാരിക്കുക, എയും ബിയും സിയും. എ ബിയുടെയും സിയുടെയും ഏജന്റ് ആണ്, ബി എയുടെയും സിയുടെയും ഏജന്റ് ആണ്, സി എയുടെയും ബിയുടെയും ഏജന്റ് ആണ്. ക്ലിയർ ആണോ? അങ്ങനെ പരസ്പരം ഏജന്റായി പ്രവർത്തിക്കുന്നു. ഓക്കെ ആണോ? യെസ്. ഞാനൊരു വ്യക്തിയാണ്, അടുത്ത ഒരു വ്യക്തി ബി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ബി എന്റെ ഏജന്റ് ആണെങ്കിൽ എന്നെ സംബന്ധിച്ച് ബി ഈസ് മൈ ഏജന്റ് ആൻഡ് ബിയെ സംബന്ധിച്ച് ഞാൻ ബിയുടെ പ്രിൻസിപ്പിൾ ആണ്. ക്ലിയർ ആണോ? സോ പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഓക്കെ ആണോ? ഞാൻ എ, ബി ഉണ്ട്, ബി എന്റെ ഏജന്റ് ആണെങ്കിൽ ഫോർ എ ബി ഈസ് എസ് ഏജന്റ്, ഫോർ ബി എ ഈസ് ബിസ് പ്രിൻസിപ്പിൾ. എ ബിയുടെ പ്രിൻസിപ്പിളും ബി എയുടെ ഏജന്റുമാണ്. ഇതേപോലെ പാർട്ണർഷിപ്പിൽ ഓരോ പാർട്ണേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ഏജന്റും പ്രിൻസിപ്പിളും ആകുന്നു ഒരേ സമയം. ക്ലിയർ ആണോ? മ്യൂച്വൽ ഏജൻസി എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിന്റെ ഒരു പരിണിത ഫലം എന്താ? ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി മറ്റാൾക്കാരെയും ബൈൻഡ് ചെയ്യുന്നു. ക്ലിയർ ആണോ? യെസ്. So it means that the business is to be carried on by all or any of them acting for all. ബിസിനസ് ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മറ്റുള്ള എല്ലാവർക്കും വേണ്ടി ചെയ്യാം, അല്ലെങ്കിൽ എല്ലാ വ്യക്തികൾക്കും, എല്ലാ പാർട്ണേഴ്സിനും കൂടെ ഒരുമിച്ച് ചെയ്യാം. Thus, if the person carrying on the business act not only for himself but for others also, so that they stand in the position of principal and agent, they are partners. Clear ആണോ? ഓക്കെ അല്ലേ? സോ ഓരോ വ്യക്തിയും, പാർട്ണർഷിപ്പിലെ ഓരോ വ്യക്തിയും ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും മറ്റുള്ള ആൾക്കാർക്കും കൂടെ വേണ്ടി ചെയ്യുന്നു എന്ന രീതിയിലാണ് അവിടെ കാണുന്നത്. സോ ഓരോ വ്യക്തിയും മറ്റു പാർട്ണേഴ്സിന്റെ ആണ്, അവര് പരസ്പരം പ്രിൻസിപ്പൽ ഏജന്റ് എന്ന രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ്. സോ മ്യൂച്വൽ ഏജൻസി പാർട്ണർഷിപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ്. അഞ്ചാമത്തെ പോയിന്റ്, മൈനറിനെ പാർട്ണർ ആക്കാമോ? മൈനറിനെ പാർട്ണർ ആക്കാം. എ മൈനർ ക്യാൻ ബി ആഡഡ് ഇൻ പാർട്ണർഷിപ്പ് ഫേം. ക്ലിയർ ആണോ? പാർട്ണർഷിപ്പ് ഫേമിൽ തീർച്ചയായിട്ടും മൈനർ, 18 വയസ്സ് തികയാത്ത ഒരു വ്യക്തിയെ പാർട്ണർ ആക്കാം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, കണ്ടീഷൻ ഉണ്ട്. He can be admitted to share profit only. ലാഭം ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമേ അയാളെ നിങ്ങൾക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒരിക്കലും നഷ്ടം ഷെയർ ചെയ്യാൻ അയാളോട് ആവശ്യപ്പെടാൻ പറ്റില്ല. കാരണം അയാൾ മൈനറാണ്. മൈനറെ ലാഭം ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രം, ചുരുക്കി പറഞ്ഞാൽ മൈനറുടെ ബെനിഫിറ്റിന് വേണ്ടി മാത്രം നിങ്ങൾക്ക് മൈനറെ പാർട്ണർഷിപ്പ് ഫേമിൽ ആഡ് ചെയ്യാം ആസ് എ പാർട്ണർ. ഒരിക്കലും നഷ്ടം ഷെയർ ചെയ്യാൻ അയാളോട് ആവശ്യപ്പെടാൻ പറ്റത്തില്ല. He cannot be made to share loss. He cannot be made to share loss of the firm.
ക്ലിയർ ആണോ? ഇഫ് ദ പാർട്ണർഷിപ്പ് ഫേം സഫർ ലോസ്, then it will be borne by other major partners in their profit sharing ratio. നഷ്ടമുണ്ടായാൽ മറ്റു പാർട്ണേഴ്സ് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ, ഒരു ലാഭം ഏത് റേഷ്യോയിൽ വീതിച്ചെടുക്കുന്നോ ആ റേഷ്യോയിൽ നഷ്ടം അവർ വീതിച്ചെടുത്തോണം. ഒരിക്കലും മൈനർ പാർട്ണറെ നഷ്ടം സഹിക്കാൻ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. സോ മൈനർ പാർട്ണർ ക്യാൻ ബി ആഡഡ് ഇൻ പാർട്ണർഷിപ്പ് ഫേം, ബട്ട് ഓൺലി ടു ഷെയർ പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ആണോ? ഇത്രയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. ഒന്നാമത്തെ എന്താണ്? ഒരു പാർട്ണർഷിപ്പ് ഫോം ഓഫ് ഓർഗനൈസേഷനിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. അത് റിട്ടേൺ എഗ്രിമെന്റ് ആകാം, അല്ലെങ്കിൽ ഓറൽ എഗ്രിമെന്റ് ആകാം. വാക്കാൽ പറയാം, അല്ലെങ്കിൽ എഴുതി ഫോർമൽ ആയിട്ടുള്ള എഗ്രിമെന്റ് ആകാം. ഫോർമൽ റിട്ടേൺ എഗ്രിമെന്റ് ആണ് ഏറ്റവും നല്ലത്. ഇപ്പൊ നമുക്ക് കോർട്ട് ഓഫ് ലോയിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ പോയി ചലഞ്ച് ചെയ്യാനായിട്ട് പറ്റും, ഒരു കേസ് ഫയൽ ചെയ്യാൻ പറ്റും. ഓറൽ എഗ്രിമെന്റ് ആണെങ്കിൽ ഇത് പറ്റില്ല. രണ്ടാമത്തത്, ഈ എഗ്രിമെന്റ് ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി ആയിരിക്കണം, ചാരിറ്റി പർപ്പസിന് വേണ്ടി ഒന്നും ആകരുത്. ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ടിൽ ട്രേഡ്, ഒക്യുപ്പേഷൻ, പ്രൊഫഷൻ ഇതിനെയാണ് ബിസിനസ് എന്ന ഡെഫിനിഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ ഈ ബിസിനസ് ചെയ്ത് കിട്ടുന്ന ലാഭം ഷെയർ ചെയ്യാനുള്ള ഒരു എഗ്രിമെന്റ്, ഒരു ക്ലോസ് അവിടെ ആ എഗ്രിമെന്റിൽ ഉണ്ടായിരിക്കണം. പ്രോഫിറ്റ് ഷെയർ ചെയ്യും എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കണം. പക്ഷെ ലോസ് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞില്ലേലും കുഴപ്പമില്ല, പറഞ്ഞാലും കുഴപ്പമില്ല, പറഞ്ഞില്ലേലും കുഴപ്പമില്ല. പക്ഷെ പ്രോഫിറ്റ് ഷെയർ ചെയ്യും എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കണം. അതുപോലെ ഓരോ പാർട്ട്നേഴ്സും പരസ്പരം മ്യൂച്വൽ ആയിട്ട് ഏജന്റ് ആയിട്ട് വർത്തിക്കുന്നു, മ്യൂച്വൽ ഏജൻസി ഉണ്ട്. പിന്നെ അഞ്ചാമത്തെ പോയിന്റ്, മൈനർക്ക് പാർട്ണർ ആകാം, പക്ഷെ ലാഭം ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമേ അയാളെ പാർട്ണർ ആക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, എത്ര പാർട്ണേഴ്സ് മിനിമം വേണം? മിനിമം 2 പേരെങ്കിലും ഉണ്ടെങ്കിലേ ഒരു പാർട്ണർഷിപ്പ് ഫേം ഫോം ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ മിനിമം 2 persons ആർ റിക്വയർഡ്. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഇനി മാക്സിമം എത്ര പാർട്ണേഴ്സ് വേണം? ഇത് കുറച്ച് ട്രിക്കിയാണ്. വൺ സിംഗിൾ ആൻസർ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ദ മാക്സിമം പേഴ്സൺസ് ദാറ്റ് ക്യാൻ ബി അഡ്മിറ്റഡ് ഇൻ എ പാർട്ണർഷിപ്പ് ഇസ് 50. അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം. മിനിമം 2 ആണ്, മാക്സിമം 50 ആണ്. ക്ലിയർ ആണോ? പക്ഷേ 100 വരെ പോകാം. ഓക്കെ ആണോ? 100 വരെ പോകാം. ഓക്കെ അല്ലെ? ആസ് പെർ സെക്ഷൻ 464 ഓഫ് കമ്പനീസ് ആക്ട് 2013 പ്രകാരം നോ അസോസിയേഷൻ ഓഫ് പാർട്ണർഷിപ്പ് കൺസിസ്റ്റിംഗ് ഓഫ് മോർ ദാൻ 100% ഓഫ് may be prescribed shall be formed for the purpose of carrying on any business. അതായത് കമ്പനീസ് ആക്ട് പറയുന്നത് ഒരു പാർട്ണർഷിപ്പ് ഫേം തുടങ്ങുകയാണെങ്കിൽ 100-ൽ കൂടരുത്, 100-ൽ കൂടാൻ പാടില്ല, 100-ൽ കൂടാൻ പാടില്ല. 100-ന്റെ താഴെ ആയിരിക്കണം മെമ്പേഴ്സ്. ക്ലിയർ ആണോ? ഇനി റൂൾ 10 ഓഫ് കമ്പനി ഇൻകോർപ്പറേഷൻ റൂൾ 2014 പ്രകാരം ഈ ലിമിറ്റ് 100-ൽ താഴെ ആയിരിക്കണം എന്ന് പറയുന്നത്. ഈ ലിമിറ്റ് 50 ഇപ്പോൾ നിജപ്പെടുത്തിയിട്ടുണ്ട്. ക്ലിയർ ആണോ? ഇത് വേണമെങ്കിൽ 50-ൽ നിന്ന് കൂട്ടാം. 50-ൽ നിന്ന് കൂട്ടിയാലും 100-ന് മുകളിൽ പോകാൻ പറ്റില്ല. അപ്പൊ 100 മാക്സിമം ലിമിറ്റ്. ഇപ്പോൾ ഈ മാക്സിമം ലിമിറ്റ് 100-നകത്തുള്ള ഏത് ഫിഗറും ആകാം. ഇപ്പോൾ ഡിസൈഡ് ചെയ്തിരിക്കുന്നത് 50 ആണ് മാക്സിമം എന്നുള്ളതാണ്. ക്ലിയർ ആണോ? നിങ്ങളോട് ചോദ്യത്തിൽ ചോദിക്കുകയാണ് മാക്സിമം എത്ര പാർട്ണേഴ്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50 എന്ന് എഴുതിയാൽ മതി. കമ്പനീസ് ആക്ട് പ്രകാരം മാക്സിമം എത്ര വരെ ആകാം എന്ന് ചോദിച്ചാൽ 100 വരെ ആകാം. ഇപ്പോൾ 50-ൽ ലിമിറ്റ് ചെയ്തിരിക്കുന്നു. മിനിമം 2 പേരെങ്കിലും വേണം. മാക്സിമം ഇപ്പം 50 ആണ്. ഇത് വേണമെങ്കിൽ നാളെ മാറ്റാം, 50-ൽ കൂട്ടാം. 50-ൽ കൂട്ടിയാലും 100-നപ്പുറം പോകാൻ പറ്റില്ല. കാരണം 100-നപ്പുറം പോകരുത് എന്ന് കമ്പനീസ് ആക്ട് 2013 പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണോ? സോ മിനിമം പാർട്ണേഴ്സ് 2 വേണം, മാക്സിമം 50 വേണം. ഈ മാക്സിമം 50 എന്ന ലിമിറ്റ് വേണമെങ്കിൽ ഉയർത്താം, ബട്ട് ഇറ്റ് ഷുഡ് നെവർ എക്സീഡ് 100 മെമ്പേഴ്സ്. ക്ലിയർ ആണോ? സോ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കാം. ഇതാണ് പാർട്ണർഷിപ്പ് ഫോം ഓഫ് ഓർഗനൈസേഷനെ പറ്റി പ്രധാനമായും പറയാനുള്ള കാര്യങ്ങൾ. ഓക്കെ അല്ലേ? അത്രയും കാര്യങ്ങളിൽ ഡൗട്ട് ഇല്ല എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ പാർട്ണർഷിപ്പിനെ പറ്റി ഇത്രയും നേരം പറഞ്ഞതിനകത്ത്? മെമ്പേഴ്സിന്റെ കാര്യം പറഞ്ഞതിനകത്ത് ഡൗൺ ഉണ്ടോ? മിനിമം എത്ര മെമ്പേഴ്സ് വേണം? 2 പേര്. മാക്സിമം എത്ര? 50 ആണ് മാക്സിമം. ഈ 50 എന്ന ലിമിറ്റ് ഉയർത്താം, പക്ഷെ ഉയർത്തിയാലും 100-നപ്പുറം പോകരുത്. കാരണം കമ്പനീസ് ആക്ട് 2013 പറയുന്നുണ്ട് 100-ന് മുകളിൽ മെമ്പേഴ്സ് ഉള്ള ഒരു പാർട്ണർഷിപ്പ് ഫോം ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആണോ? സോ 100 മാക്സിമം വരെ പോകാം, പക്ഷെ ഇപ്പൊ ഈ മാക്സിമം ലിമിറ്റ് 50 നിജപ്പെടുത്തിയിട്ടുണ്ട്. സോ മിനിമം 2 ആൻഡ് മാക്സിമം 50 എന്ന രീതിയിൽ തന്നെ പഠിച്ചു വെച്ചിരിക്കുക. ഇത്രയും ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഒരു പാർട്ണർഷിപ്പ് ഫേം ക്ലിയർ ഫോം ചെയ്യണമെങ്കിൽ എന്ത് വേണം? എഗ്രിമെന്റ് വേണം. ഈ എഗ്രിമെന്റ് ഞാൻ പറഞ്ഞു ഒന്നെങ്കിൽ റിട്ടേൺ ആയിട്ടുള്ള എഗ്രിമെന്റ് ആകാം, അല്ലെങ്കിൽ ഓറൽ എഗ്രിമെന്റ്. ഓറൽ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാ കൊണ്ട് പറയുന്നു, അത് മാത്രമേ ഉള്ളൂ. ഒന്നും എഴുതി ഒരു ഡോക്യുമെന്റ് ആയി വെക്കുന്നില്ല, ജസ്റ്റ് പറയുന്നു. പരസ്പര വിശ്വാസത്തിന്റെ പുറത്ത് ഒരു പാർട്ണർഷിപ്പ് തുടങ്ങും.
ക്ലിയർ ആണോ? ഓറൽ എഗ്രിമെന്റ് ആണെങ്കിൽ ഒരുപാട് ന്യൂനതകളുണ്ട്, ഒരു കോർട്ട് ഓഫ് ലോയിൽ പോയി ചലഞ്ച് ചെയ്യാനൊന്നും പറ്റത്തില്ല. റിട്ടേൺ ആണെങ്കിൽ പ്രോപ്പർ ഡോക്യുമെന്റ്സ് ഉണ്ട്, തെളിവുണ്ട്. റിട്ടേൺ ആയിട്ടാണ് എഗ്രിമെന്റ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ റിട്ടേൺ എഗ്രിമെന്റിനെ വിളിക്കുന്ന പേരാണ് പാർട്ണർഷിപ്പ് ഡീഡ്. ക്ലിയർ ആണോ? റിട്ടേൺ എഗ്രിമെന്റിനെ വിളിക്കുന്ന പേരാണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയും. ഓക്കെ ആണോ? യെസ്. The relationship between the partners is governed by mutual agreement known as partnership deed. ഇത് റിട്ടേൺ എഗ്രിമെന്റ് ആണ്. ഓക്കെ അല്ലെ? സോ ആ പാർട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പാർട്ണർഷിപ്പ് ഡീഡിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. ആ പാർട്ണർഷിപ്പ് ഫേമിന്റെ നെയിം, എത്ര പാർട്ണേഴ്സ് ഉണ്ട്, ആ പാർട്ണേഴ്സിന്റെ നെയിം, അവരുടെ അഡ്രസ്സും കാര്യങ്ങളും. ഈ പാർട്ണർഷിപ്പ് ഫേം എന്ന് തുടങ്ങി, കമൻസ്മെന്റ്. ക്ലിയർ? യെസ്. അതുപോലെ എത്ര നാളത്തേക്കാണ് പാർട്ണർഷിപ്പ് ഫേം അവർ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്, ഡ്യൂറേഷൻ ഓഫ് ബിസിനസ്. ഇനി എത്ര ക്യാപിറ്റലായി പാർട്ണേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഓരോ പാർട്ണറും എത്ര കൊണ്ടുവന്നു. ക്ലിയർ ആണോ? ഇനി പാർട്ണേഴ്സിന് എന്തെങ്കിലും തരത്തിലുള്ള ഡ്രോയിങ്സ് ഇതിനകത്ത് നിന്ന് എടുക്കാമെങ്കിൽ എത്രയാണ് അലൗഡ് എമൗണ്ട് ഓഫ് ഡ്രോയിങ്സ്, എമൗണ്ട് ടു ബി അലൗഡ് ടു ഈച്ച് പാർട്ണർ ഡ്രോയിങ്സ്. ഓക്കെ ആണോ? അതുപോലെ ഏതൊക്കെ ടൈമിൽ ഈ ഡ്രോയിങ്സ് എടുക്കാം. ക്ലിയർ അല്ലേ? യെസ്. ഇനി പാർട്ണേഴ്സ് കൊണ്ടുവന്ന ക്യാപിറ്റലിന്റെ മേൽ ഇൻട്രസ്റ്റ് കൊടുക്കാൻ നിങ്ങൾക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് എത്ര റേറ്റിൽ കൊടുക്കണം, പെർസെന്റേജ് എത്ര കൊടുക്കണം. ഇനി പാർട്ണറിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ലോൺ എടുത്താൽ ആ ലോണിന് എത്ര പെർസെന്റേജ് കൊടുക്കണം. ഇനി പാർട്ണർ ഡ്രോയിങ്സ് ആയിട്ട് പൈസ എടുത്തോണ്ട് പോയാൽ പാർട്ണറിന്റെ കയ്യിൽ നിന്ന് എത്ര എന്താ പറയുന്നത് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യണം അയാൾ എടുത്തോണ്ട് പോയ പൈസക്ക്. ഇതൊക്കെ വ്യക്തമായി പാർട്ണർഷിപ്പ് ഡീഡിൽ പറയും. ഇനി പ്രോഫിറ്റും ലോസും നിങ്ങൾ ഏത് റേഷ്യോയിലാണ് ഷെയർ ചെയ്യുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിംഗ് റേഷ്യോ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കും. ക്ലിയർ ആണോ? യെസ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു പാർട്ണർക്ക് സാലറി കൊടുക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ 4 പാർട്ണേഴ്സ് ഉണ്ട്, അതിൽ ഒരാളാണ് മറ്റുള്ളവർക്കും കൂടെ വേണ്ടി പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നത്. അപ്പം മറ്റു 3 പേര് പറയുകയാണ്, ഇവൻ നമുക്ക് വേണ്ടി ചെയ്യല്ലേ, ഇവന് സാലറി ആയിട്ട് ഇത്ര രൂപയും കൂടെ കൊടുത്തേക്കാം, അവൻ ഇത്ര കഷ്ടപ്പെടുന്നതല്ലേ. സോ അങ്ങനെ പറയുകയാണെങ്കിൽ എത്ര സാലറി കൊടുക്കണം, അത് പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിരിക്കും. കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, കൊടുക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞിരിക്കും. എനി വേരിയേഷൻ മ്യൂച്വൽ റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് പാർട്ണർ, പാർട്ണേഴ്സിന്റെ ഡ്യൂട്ടീസിലും റൈറ്റിലും എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ അത് പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിരിക്കും. ഇനി പാർട്ണർഷിപ്പിന്റെ ഗുഡ്വിൽ എങ്ങനെ വാല്യൂ ചെയ്യണം, ഗുഡ്വിൽ വാല്യുവേഷൻ, അത് ഏത് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യണം, ആ കാര്യമെല്ലാം പറഞ്ഞിരിക്കും. ഓക്കെ ആണോ? ഇനി ഏതെങ്കിലും ഒരു പാർട്ണർ റിട്ടയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്, പാർട്ണർഷിപ്പിൽ നിന്ന് പുറകോട്ട് പോകാൻ അല്ലെങ്കിൽ പാർട്ണർഷിപ്പിൽ നിന്ന് എക്സിറ്റ് ആകാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രൊസീജിയർ എന്താണ്, അയാൾക്ക് ഏത് രീതിയിൽ പേയ്മെന്റ് ഒക്കെ കൊടുത്ത് സെറ്റിൽ ചെയ്യണം, പ്രോപ്പറായി പാർട്ണർഷിപ്പ് ഡീഡിൽ പറയും. ഓക്കെ ആണോ? ഇനി ഏതെങ്കിലും ഒരു പാർട്ണർ മരിച്ചു പോവുകയാണെങ്കിൽ, ഡിസീസ്ഡ് പാർട്ണർ, അയാളുടെ എക്സിക്യൂട്ടർ, അതായത് അയാൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ നിയോഗിക്കപ്പെട്ട വ്യക്തി, അയാളുടെ ലീഗൽ ഹെയർ ആകാം, അയാൾ അഡ്വക്കേറ്റ് ആകാം, അയാളുടെ എക്സിക്യൂട്ടർ. ക്ലിയർ ആണോ? അയാളെ ആ എക്സിക്യൂട്ടറെ എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യണം, ക്ലിയർ, ആരായിരിക്കണം അയാളുടെ എക്സിക്യൂട്ടർ. അതുപോലെ ഈ മരിച്ചുപോയ വ്യക്തിയുടെ എക്സിക്യൂട്ടർക്ക് എങ്ങനെ പേയ്മെന്റ് കൊടുക്കണം, അയാൾക്ക് അവകാശപ്പെട്ട പൈസ എങ്ങനെ പേയ്മെന്റ് കൊടുക്കണം. ഓക്കെ ആണോ? അതുപോലെ ഏതെങ്കിലും ഒരു പാർട്ണർ ഇൻസോൾവെന്റ് ആവുന്നു, പാപ്പരായി പോകുന്നു, ഇൻസോൾവെന്റ് ആകുന്ന സമയത്ത് നഷ്ടങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം. ക്ലിയർ ആണോ? യെസ്. അയാളുടെ ഇൻസോൾവൻസി കാരണം ഫേമിനുണ്ടാകുന്ന നഷ്ടം എങ്ങനെ ട്രീറ്റ് ചെയ്യണം. ഇനി പാർട്ട്നേഴ്സിന്റെ ഇടയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്പ്യൂട്ട്സ് ഉണ്ടായി, തർക്കമുണ്ടായി, അതെങ്ങനെ സെറ്റിൽ ചെയ്യണം. ഇനി ഈ ഒരു പാർട്ണർഷിപ്പ് ഫേമിന്റെ അക്കൗണ്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതിന്റെ ഓഡിറ്റിംഗും കാര്യങ്ങളും എങ്ങനെ നടത്തണം. ഇങ്ങനെയുള്ള എല്ലാവിധ കാര്യങ്ങളും, ആ പാർട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പാർട്ണർഷിപ്പ് ഡീഡിൽ വ്യക്തമായി എഴുതിയിരിക്കും. അങ്ങനെ റിട്ടേൺ എഗ്രിമെന്റ് ആണ് എന്ത്, പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സോ റിട്ടേൺ എഗ്രിമെന്റ്. Clear? Yes. Which governed by mutual, partnership is governed by mutual agreement known as partnership deed. Partnership deed ആണ് mutual agreement between the partners, the written agreement. വേണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഓറൽ എഗ്രിമെന്റ് ആയിട്ടും ചെയ്യാം. പക്ഷെ നിങ്ങൾ പരസ്പരം പറഞ്ഞ് നിങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമേ അറിയത്തുള്ളൂ, അതിനൊരു സാക്ഷിയില്ല, അതിനെന്തില്ല, ഒരു ഡോക്യുമെന്റ് ഇല്ല, സോ തെളിവില്ല. മറ്റേ പാർട്ണർ നിങ്ങളെ ചതിച്ചാൽ കോടതിയിൽ പോയി നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള റെമഡിയും സീക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ക്ലിയർ ആണോ? സോ ഓറൽ എഗ്രിമെന്റിനേക്കാളും എപ്പോഴും ബെറ്റർ റിട്ടേൺ ആൻഡ് ഫോർമൽ എഗ്രിമെന്റ്, അതായത് ഒരു പ്രോപ്പർ പാർട്ണർഷിപ്പ് ഡീഡ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അത് മാത്രമേ കോടതിയിൽ നിലനിൽക്കത്തുള്ളൂ. ക്ലിയർ? അതാ താഴെ പറയുന്നത്, ഒരു പാർട്ണർഷിപ്പ് ഫേം ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരം രജിസ്റ്റർ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് ഓറൽ എഗ്രിമെന്റിന്റെ ബേസിസിൽ എന്ത് ചെയ്യാം, ഒരു പാർട്ണർഷിപ്പ് രൂപീകരിക്കാം. രജിസ്റ്റർ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പക്ഷേ നോൺ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫേംസ് ആണെങ്കിൽ, ക്ലിയർ ആണോ, പാർട്ട്നേഴ്സിന് എന്തെടുക്കാൻ പറ്റത്തില്ല, പാർട്ട്നേഴ്സിന് ലീഗൽ ആക്ഷൻ എടുക്കാനായിട്ട് പറ്റത്തില്ല. ദേ റെസ്ട്രിക്ട് ദ പാർട്ട്നേഴ്സ് ഓർ ദ ഫേം ഫ്രം ടേക്കിംഗ് എനി ലീഗൽ ആക്ഷൻ. കാരണം കോടതി കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യാൻ ഡോക്യുമെന്റ്സ് ഇല്ല. കോടതി ചോദിക്കും, നിങ്ങൾ പറയും നിങ്ങൾ പാർട്ട്നേഴ്സ് ആണ്, എന്താണ് തെളിവ്, ഒരു തെളിവും അവിടെ ഇല്ല. ക്ലിയർ? യെസ്. ഇനി റിട്ടേൺ ആയിട്ടുള്ള പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, നിങ്ങൾക്ക് യാതൊരുവിധ റെമഡിയും സീക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ റിട്ടേൺ ആയിട്ടുള്ള എഗ്രിമെന്റ് ഉണ്ടെങ്കിലോ,
എന്ത് ചെയ്യാം? റെമഡി സീക്ക് ചെയ്യാം. ക്ലിയർ? യെസ്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ഇനിയും അതുപോലെ തന്നെ പാർട്ണർഷിപ്പ് ഡീഡില് ചില കാര്യങ്ങൾ പറയുന്നില്ല എന്ന് വിചാരിക്കുക. പാർട്ണർഷിപ്പ് ഡീഡിൽ ചില കാര്യങ്ങൾ പറയുന്നില്ല. പാർട്ണർഷിപ്പ് ഡീഡിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾ നേരെ നോക്കേണ്ടത് പാർട്ണർഷിപ്പ് ആക്ടിലോട്ടാണ്. പാർട്ണർഷിപ്പ് ആക്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യമായിരിക്കണം അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്. എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്, റൂൾസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്. പാർട്ണർഷിപ്പ് ഡീഡിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടില്ല എങ്കിൽ അത് പാർട്ണർഷിപ്പ് ആക്ടിൽ പറഞ്ഞതുപോലെ ചെയ്യുക. ഓക്കെ ആണോ? യെസ്. അതായത് ഓരോ കേസ് ആയിട്ട് പറയാം. പാർട്ണർഷിപ്പ് ഡീഡ് സാധാരണ പറയും സാലറിയോ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ സാലറി ഇത്ര രൂപ കൊടുക്കണം പാർട്ണർക്ക് കൊടുക്കണമെങ്കിൽ. അങ്ങനെ പറയുന്നില്ല പാർട്ണർഷിപ്പ് ഡീഡിൽ, അതിനെപ്പറ്റി ഒന്നും തന്നെ പറയുന്നില്ല. പാർട്ണർഷിപ്പ് ഡീഡ് സൈലന്റ് അബൌട്ട് സാലറി പേയ്മെന്റ്. ഏതെങ്കിലും പാർട്ണർക്ക് സാലറി കൊടുക്കണം എന്നതിനെ പറ്റി പാർട്ണർഷിപ്പ് ഡീഡ് ഒന്നും പറയുന്നില്ല. പാർട്ണർഷിപ്പ് ഡീഡിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലോസേ ഇല്ല. അങ്ങനെയാണെങ്കിൽ നേരെ പാർട്ണർഷിപ്പ് ആക്ട് നോക്കുക. പാർട്ണർഷിപ്പ് ആക്ട് എന്താ പറയുന്നത്? ഇങ്ങനെ പാർട്ണർഷിപ്പ് ഡീഡിൽ സാലറി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ നോ പാർട്ണർ ഹാസ് ദ റൈറ്റ് ടു എ സാലറി. ഒരു പാർട്ണർക്ക് സാലറി കിട്ടാനുള്ള റൈറ്റ് ഇല്ല. പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞാൽ മാത്രം പാർട്ണർക്ക് സാലറി കൊടുത്താൽ മതി. അതുപോലെ തന്നെ ക്യാപിറ്റലിന്റെ മേൽ ഇൻട്രസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്നുള്ള കാര്യം വ്യക്തമായി എവിടെ പറയണം? വ്യക്തമായിട്ട് പാർട്ണർഷിപ്പ് ഡീഡിൽ പറയണം. ഇങ്ങനെ ഇൻട്രസ്റ്റിനെ പറ്റി പാർട്ണർഷിപ്പ് ഡീഡിൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നോ ഇൻട്രസ്റ്റ് ഈസ് ടു ബി അലൗഡ് ഓൺ ക്യാപിറ്റൽ. ക്യാപിറ്റലിന്റെ മേൽ യാതൊരു ഇൻട്രസ്റ്റും കൊടുക്കണ്ട. പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞാൽ മാത്രം കൊടുത്താൽ മതി. അതുപോലെ പാർട്ണർ എടുത്തുകൊണ്ട് പോകുന്ന പൈസ സ്വന്തം ആവശ്യത്തിന് ഡ്രോയിങ്സിന്റെ മേൽ പാർട്ണറുടെ മേൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ നീ 6% ഇൻട്രസ്റ്റ് 5% ഇൻട്രസ്റ്റ് അത് പറയണമെങ്കിൽ പാർട്ണർഷിപ്പ് ഡീഡിൽ അത് എഴുതി വെച്ചിരിക്കണം. പാർട്ണർഷിപ്പ് ഡീഡ് സൈലന്റ് ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിനെ പറ്റി. അങ്ങനെയാണെങ്കിൽ നോ ഇൻട്രസ്റ്റ് ഈസ് ടു ബി ചാർജ് ഓൺ ഡ്രോയിങ്സിന്റെ മേൽ ഒരു ഇൻട്രസ്റ്റും ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. ക്ലിയർ ആണോ? ഇനി അടുത്തത്, പാർട്ണറിന്റെ കയ്യിൽ നിന്ന് ലോൺ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ലോണിന് ഇൻട്രസ്റ്റ് കൊടുക്കണ്ടേ? പാർട്ണറിന്റെ ലോൺ എടുക്കും, അപ്പൊ ലോണിന് ഇൻട്രസ്റ്റ് കൊടുക്കണ്ടേ? പലിശ കൊടുക്കണ്ടേ? പലിശ കൊടുക്കേണ്ടത് എവിടെ പറയും? പാർട്ണർഷിപ്പ് ഡീഡിൽ വ്യക്തമായി പറയും ഇത്ര ശതമാനം പലിശ കൊടുക്കണം. ഇങ്ങനെ പാർട്ണർഷിപ്പ് ഡീഡിൽ ഇത്ര ശതമാനം എന്ന് പറയുന്നില്ല പലിശ കൊടുക്കേണ്ടതിനെ പറ്റി. അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് റേറ്റ് പാർട്ണർഷിപ്പ് ആക്ട് പറയുന്നുണ്ട്. ഒന്നും പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ 6% പെർ ആനം എന്ന നിരക്കില് പാർട്ണറിന്റെ കയ്യിൽ നിന്ന് എടുത്തിരിക്കുന്ന ലോണിന് ഇൻട്രസ്റ്റ് പേ ചെയ്തേ പറ്റൂ. ക്ലിയർ ആണോ? നിങ്ങളുടെ പാർട്ണർഷിപ്പ് ഡീഡിൽ ഇനി 3% എന്ന് പറയുന്നത് ഫോളോ ചെയ്തോളൂ, അല്ലെങ്കിൽ 8% അത് ഫോളോ ചെയ്തോളൂ. പക്ഷെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ 6% പെർ ആനം എന്ത് കൊടുത്തിരിക്കണം? ലോണിന്റെ മേൽ ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കണം. ക്ലിയർ ആണോ? ഇനി നിങ്ങളുടെ പാർട്ണർഷിപ്പ് ഡീഡില് പ്രോഫിറ്റും ലോസും എങ്ങനെ ഷെയർ ചെയ്യണമെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. അത് ഷെയർ ചെയ്യേണ്ട റേഷ്യോ പറഞ്ഞിട്ടില്ല, ഒന്നും തന്നെ അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. പാർട്ണർഷിപ്പ് ഡീഡ് സൈലന്റ്. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റും ലോസും ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസസ് ആർ ടു ബി ഷെയർഡ് ഈക്വലി. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ സർ. ആൻഡ് ഒരു കാര്യം കൂടെ നോക്കുക, ഇൻ ദ ആബ്സെൻസ് ഓഫ് ആൻ എഗ്രിമെന്റ് ദ ഇൻട്രസ്റ്റ് ആൻഡ് സാലറി മേ ബി പെയ്ഡ് ടു എ പാർട്ണർ ഓൺലി ഇഫ് ദർ ഇസ് പ്രോഫിറ്റ്. ലാഭം ഉണ്ടെങ്കിൽ മാത്രമേ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും സാലറിയും ഒക്കെ പേ ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ ആണോ? ഈവൻ ഇഫ് നമ്മളുടെ ഡി പറഞ്ഞിട്ടുണ്ട് ഇത്ര പേ ചെയ്യണം, പക്ഷെ ഡി പറഞ്ഞിട്ടില്ല, ആബ്സെൻസ് ഓഫ് ആൻ എഗ്രിമെന്റ്. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം പേ ചെയ്താൽ മതി. നഷ്ടത്തിലാണെങ്കിൽ ഇതിനെപ്പറ്റി ചിന്തിക്കേ വേണ്ട, പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഡി പറഞ്ഞിട്ടില്ലെങ്കിൽ സാലറിയും കൊടുക്കണ്ട, ക്യാപിറ്റലും കൊടുക്കണ്ട, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ് ചെയ്യാനും പറ്റത്തില്ല. ആകെ ചെയ്യാൻ പറ്റുന്ന 6% ഇൻട്രസ്റ്റ് കൊടുക്കാം ലോണിന്റെ മേല്. അതുപോലെ പ്രോഫിറ്റും ലോസും ഈക്വൽ ആയിട്ടും ഷെയർ ചെയ്യാം. അതാണ് പാർട്ണർഷിപ്പ് ഡീഡ് സൈലന്റ് ആകുന്ന സിറ്റുവേഷനിൽ എടുക്കണം. അപ്പൊ പാർട്ണർഷിപ്പ് ഡീഡിൽ ഒരു കാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ നേരെ ആക്ടിലോട്ട് പോവുക. ആക്ട് പറയുന്നത് ഈ പോയിന്റ്സ് ആണ്. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ അതിനകത്ത്? ഇല്ല. ഓക്കെ, അടുത്തത് പവർ ഓഫ് ഈ റെമ്യൂണറേഷൻ എന്ന് പറയുന്നതും സാലറി തന്നെയല്ലേ? ഓ, ഏത് തരത്തിലുള്ള റെമ്യൂണറേഷൻ കൊടുക്കണമെങ്കിലും, സാലറി ഓർ എനി കൈൻഡ് ഓഫ് റെമ്യൂണറേഷൻ, ഏത് തരത്തിലുള്ള റെമ്യൂണറേഷൻ കൊടുക്കണമെങ്കിലും അത് പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിരിക്കണം. പറയാത്ത പക്ഷം ഒന്നും തന്നെ കൊടുക്കാൻ പറ്റത്തില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്ത് തന്നെ പാർട്ണർക്ക് കൊടുക്കണമെങ്കിലും പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിരിക്കണം. പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, കൊടുക്കാം. നിങ്ങൾ തമ്മിലുള്ള എഗ്രിമെന്റ് കൊടുക്കാം. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ആക്ടിൽ പറഞ്ഞതുപോലെ ചെയ്യണം. ആക്ടിൽ പറയുന്ന ഡീഡിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നും കൊടുക്കണ്ട. ക്ലിയർ ആണ്? യെസ്. ഇനി ഒരു പാർട്ണറുടെ പവർ ആണ്.
Partners are supposed to have the power to act in certain matters and not to have such power in others. ചില കാര്യങ്ങളിൽ ആക്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്, മറ്റു ചില കാര്യങ്ങളിൽ അവർക്ക് ആക്ട് ചെയ്യാനുള്ള അധികാരമില്ല. In other words, unless a public notice has been given to the contrary, certain contracts entered into by a partner on behalf of partnership, even without consulting other partners, are binding on the firm, and a provision of act relating to the question will apply. പറഞ്ഞ സംഭവം ഞാൻ എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരാം. 3 പേര് പാർട്ണർഷിപ്പിലുണ്ട്, എയും ബിയും സിയും. എ ആ ഫേമിന് വേണ്ടി എന്ത് തന്നെ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്താലും ബിയും സിയും ലയബിൾ ആയിരിക്കും. അതാണ് അവിടെ പറയുന്നത്. ബിയും സിയും ലയബിൾ ആകാതിരിക്കണമെങ്കിൽ ബിയും സിയും ഒരു പബ്ലിക് നോട്ടീസ് പറയണം, എ ഈ ചെയ്ത സംഭവമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ല എന്ന് ആദ്യമേ പറഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഫേം ഒരു പബ്ലിക് നോട്ടീസ് പുറപ്പെടുവിക്കണം, എ ഈ എൻ്റർ ചെയ്ത കോൺട്രാക്റ്റുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ പറയാത്തിടത്തോളം കാലം എ പാർട്ണർ ആയിരിക്കെ എ ഏത് തരത്തിലുള്ള കോൺട്രാക്റ്റിലും ഫേമിന് വേണ്ടി എൻ്റർ ചെയ്തു കഴിഞ്ഞാൽ ബാക്കി പാർട്ട്നേഴ്സും ബൈൻഡിങ് ആയിരിക്കും ബിക്കോസ് ഓഫ് മ്യൂച്വൽ ഏജൻസി. മ്യൂച്വൽ ഏജൻസി പറയുന്ന ഓരോ പാർട്ണറും മറ്റൊരാളുടെ ഏജന്റായി വർത്തിക്കും. സോ ഒരു പാർട്ണർ ഫേമിന് വേണ്ടി എന്ത് ചെയ്താലും മറ്റുള്ളവർക്ക് കൂടെ വേണ്ടി ചെയ്തതുപോലെയാണ്. ഓക്കെ ആണോ? അതുകൊണ്ട് എല്ലാ പാർട്ട്നേഴ്സും ബൈൻഡഡ് ആയിരിക്കും ബൈ ദ ആക്ട് ഓഫ് ദാറ്റ് പാർട്ണർ. അങ്ങനെ ബൈൻഡഡ് ആകണ്ട എങ്കിൽ അവരൊരു പബ്ലിക് നോട്ടീസ് കൊടുത്തിരിക്കണം എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ ആണോ? ഒന്നുകൂടെ അത് വായിക്കാം. Unless a public notice has been given to the contrary, certain contracts entered into by a partner on behalf of the partnership, even without consulting other partners, are binding on the firm, and the provisions of act relating to the question will apply. Okay, അല്ലേ? In case of a trading firm, the implied power of partners, ഒരു trading firmൽ പാർട്ണേഴ്സിന്റെ പവർ എന്ന് പറയുന്നത് എന്താ? ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ്. പാർട്ണർഷിപ്പിന് വേണ്ടി സാധനങ്ങൾ മേടിക്കാനും വിൽക്കാനും പാർട്ണേഴ്സിന് അധികാരമുണ്ട്. പേയ്മെന്റ് റിസീവ് ചെയ്യാനും അതുപോലെ തന്നെ വാലിഡ് റെസീറ്റ്സുകളൊക്കെ റിസീവ് ചെയ്യാനും കൊടുക്കാനും ഒക്കെ ആർക്ക് അധികാരമുണ്ട്? പാർട്ണേഴ്സിനുണ്ട്. ചെക്ക് ഡ്രോ ചെയ്യാനും, ക്ലിയർ, അക്സെപ്റ്റ് ചെയ്യാനും, എൻഡോസ് ചെയ്യാനും, ബിൽ ഓഫ് എക്സ്ചേഞ്ച് എൻഡോസ് ചെയ്യാനും, പ്രോമിസറി നോട്ടും ആ വക കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്യാനും മേക്ക് ചെയ്യാനും ഒക്കെയുള്ള അധികാരം ആർക്കുണ്ട്? പാർട്ണേഴ്സിനുണ്ട്. ക്ലിയർ ആണോ? അതുപോലെ തന്നെ ഫേമിന്റെ ബിഹാഫിൽ മണി ബോറോ ചെയ്യാനും, ക്ലിയർ, വിത്ത് ഓർ വിത്തൗട്ട് പ്ലെഡ്ജിങ് ദ ഇൻവെന്ററീസ് ഇൻ ട്രേഡ്. അതായത് ഫേമിന്റെ സാധനങ്ങൾ പ്ലെഡ്ജ് ചെയ്തോ, പണയപ്പെടുത്തിയോ പണയപ്പെടുത്താതെയോ പൈസ കടം വാങ്ങാൻ, ഫേമിന് വേണ്ടി വാങ്ങാനുള്ള അധികാരം ആർക്കുണ്ട്? പാർട്ണേഴ്സിനുണ്ട്. ക്ലിയർ. എൻഗേജിങ് സെർവൻസ് ഫോർ ദ ബിസിനസ് ഓഫ് ദ ഫേം. ഫേമിന് വേണ്ടി മറ്റാൾക്കാരെ അപ്പോയിന്റ് ചെയ്യാനും ഒക്കെ ആർക്ക് അധികാരമുണ്ട്? പാർട്ണറിന് അധികാരമുണ്ട്. ഇതൊക്കെയാണ് പാർട്ണറിന്റെ അധികാരം ഇൻ എ ട്രേഡിംഗ് ഫേം. ക്ലിയർ ആണോ? In certain cases, an individual partner has no power to bind the firm. ചില കേസിൽ ഒരു ഇൻഡിവിജ്വൽ പാർട്ണറിന് മറ്റു പാർട്ണേഴ്സിന്റെയും കൂടെ കൺസെന്റ് ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മൾ താഴെ പറയുന്നത്. ഓക്കെ ആണോ? സബ്മിറ്റിംഗ് എ ഡിസ്പ്യൂട്ട് റിലേറ്റിംഗ് ടു ദ ഫേം, ആർബിട്രേഷൻ. ഫേമുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്പ്യൂട്ട്, ക്ലിയർ ആണോ? അത് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ മറ്റു പാർട്ണേഴ്സിനെയും കൂടെ എന്ത് ചെയ്യണം? വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മാത്രമേ ചെയ്യാവുള്ളൂ. This is to say that third parties cannot bind the firm unless all partners have agreed. താഴെ പറയുന്ന ഈ പോയിന്റ്സിൽ എല്ലാ പാർട്ണേഴ്സും എഗ്രി ചെയ്യാതെ ഒരു പാർട്ണർക്ക് ഒരു മാത്രമായി ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ക്ലിയർ ആണോ? അപ്പൊ ഒരു ഡിസ്പ്യൂട്ട് ഫേമിന് വേണ്ടി ഫയൽ ചെയ്യും, എല്ലാ പാർട്ണേഴ്സും എഗ്രി ചെയ്തിട്ടേ ഫയൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓപ്പണിംഗ് എ ബാങ്ക് അക്കൗണ്ട് ഓൺ ബിഹാഫ് ഓഫ് ഫേം ഇൻ ദ നെയിം ഓഫ് പാർട്ണർ. ക്ലിയർ ആണോ? അങ്ങനെ ചെയ്യണമെങ്കിൽ ഒരു പാർട്ണറുടെ പേരിൽ ഫേമിന് വേണ്ടി ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങുകയാണ്. ഞാനൊരു പാർട്ണറാ, എന്റെ മറ്റു പാർട്ണേഴ്സിനോട് ചോദിക്കാതെ എന്റെ പേരിൽ ഫേമിന് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ പറ്റത്തില്ല. ക്ലിയർ ആണോ? കോംപ്രമൈസ് ഓർ റിലിംഗ്വിഷ്മെന്റ് ഓഫ് എനി ക്ലെയിം ഓർ പോർഷൻ ഓഫ് ക്ലെയിം ബൈ ദ ഫേം. ഫേമിന് ഒരു പെർട്ടിക്കുലർ ക്ലെയിം ഉണ്ട്, ഒരു പെർട്ടിക്കുലർ കോൺട്രാക്ട്, ഒരു ക്ലെയിം ഉണ്ട്. ഞാനൊരു പാർട്ണറാ, ഞാൻ പറയുക ഈ ഫേമിന് ഈ ക്ലെയിം വേണ്ട, എന്റെ ഫേമല്ലേ, ഞങ്ങൾക്ക് ഈ ക്ലെയിം വേണ്ട. അങ്ങനെ എനിക്ക് ചുമ്മാ പറയാൻ പറ്റത്തില്ല, മറ്റു പാർട്ണേഴ്സിനോട് ചോദിച്ചിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. സോ ഈ വക കാര്യങ്ങളിലൊക്കെ എനിക്ക് മാത്രമായി ഡിസിഷൻ എടുക്കാൻ പറ്റില്ല, മറ്റുള്ളവരുടെയും കൂടെ കൺസെന്റ് മേടിക്കണം. വിഡ്രോവൽ ഓഫ് എ സ്യൂട്ട് ഓർ പ്രൊസീഡിംഗ് ഫയൽ ഓൺ ബിഹാഫ് ഓഫ് ഫേം. ഫേം ഒരു കേസ് കൊടുത്തായിരുന്നു, ആ കേസ് പിൻവലിക്കാൻ ഞാൻ മാത്രം തീരുമാനിച്ചാൽ പോരാ, മറ്റു പാർട്ണേഴ്സും എഗ്രി ചെയ്തിട്ട് മാത്രമേ എനിക്ക് പിൻവലിക്കാൻ പറ്റൂ, ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അഡ്മിഷൻ ഓഫ് എനി ലൈബിലിറ്റി ഇൻ എ സ്യൂട്ട് ഓർ പ്രൊസീഡിംഗ് അഗെയിൻസ്റ്റ് ദ ഫേം. ഫേമിനെതിരെ ഒരു കേസ് വന്നു, എനിക്ക് പറയാൻ പറ്റത്തില്ല ആ കേസിൽ പറഞ്ഞിട്ടുള്ള കാര്യം സത്യമാണ്, ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു, ഈ ലൈബിലിറ്റി ഞങ്ങൾ പേ ചെയ്തോളാം എന്ന് എനിക്ക് ഫേമിന് വേണ്ടി ഓൺ ബിഹാഫ് ഓഫ് ഫേം പറയാൻ പറ്റത്തില്ല വിതൗട്ട് ദ കൺസെന്റ് ഓഫ് അതർ പാർട്ണേഴ്സ്. ക്ലിയർ അല്ലേ? അടുത്ത അക്വിസിഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ബിലോങ്ങിങ് ടു ദ ഫേം. ഫേമിന്റെ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അത്
അക്വയർ ചെയ്യാൻ എനിക്ക് യാതൊരുവിധ അവകാശമില്ല വിത്തൗട്ട് ദ കൺസെന്റ് ഓഫ് അതർ പാർട്ട്നേഴ്സ്. ഓക്കെയാണ്. ഇനി ഫേമിന് വേണ്ടി മറ്റൊരു പാർട്ണർഷിപ്പിൽ ഒരു ഫേം എ എന്ന് പറയുന്ന അല്ലെങ്കിൽ ABC എന്ന് പറയുന്ന ഫേം, ആ ഒരു ഫേം ഒരു പാർട്ണർ ആവുകയാണ് മറ്റൊരു ഫേമില്. അങ്ങനെ പാർട്ണർ ആകണമെങ്കിൽ ഈ ഫേമിലെ എല്ലാ പാർട്ണേഴ്സും എഗ്രി ചെയ്യണം, എന്നാലേ ചെയ്യാൻ പറ്റൂ. എന്റെ മാത്രം തീരുമാനത്തിന്റെ പുറത്ത് ഒരു പാർട്ണർഷിപ്പ് ഫേമിന് മറ്റൊരു ഫേമിലെ പാർട്ണർ ആകാൻ പറ്റത്തില്ല. എന്ററിംഗ് ഇൻടു പാർട്ണർഷിപ്പ് ഓൺ ബിഹാഫ് ഓഫ് ദ ഫേം. ഓക്കെ ആണോ? സോ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നേ മറ്റു പാർട്ണേഴ്സിന്റെയും കൂടെ എഗ്രിമെന്റ് ഞാൻ മേടിച്ചിരിക്കണം, മറ്റു പാർട്ണേഴ്സിന്റെ കൂടെ കൺസെന്റ് മേടിച്ചിരിക്കണം, എന്നാലേ പറ്റുകയും. ഓക്കെ ആണോ? മുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് എന്റെ ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ ചെയ്യാനായിട്ട് പറ്റും ആസ് എ പാർട്ണർ ഓഫ് ദ ഫേം. താഴെ പറഞ്ഞിട്ടുള്ളവ ഞാൻ മറ്റുള്ളവരുടെയും കൂടെ കൺസെന്റ് മേടിച്ചിട്ട് മാത്രമേ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ദ റൈറ്റ്, ഡ്യൂട്ടി ആൻഡ് പവർ ഓഫ് പാർട്ണർ ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ മ്യൂച്വൽ കൺസെന്റ്. ഇങ്ങനെ പാർട്ണേഴ്സിന്റെ ഇടയ്ക്കുള്ള റൈറ്റ്, ഡ്യൂട്ടി, അവരുടെ ഇടയ്ക്കുള്ള അധികാരം, പവർ, ഇതൊക്കെ എന്താ മ്യൂച്വൽ കൺസെന്റ് ഉണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. എല്ലാവരും എഗ്രി ചെയ്യുകയാണെങ്കിൽ ചേഞ്ച് ചെയ്യാനായിട്ടും പറ്റും. ഓക്കെ ആണോ? സോ അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത്. അത്രയും കാര്യങ്ങൾ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? പാർട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പാർട്ണർഷിപ്പ് എന്താണെന്ന് നോക്കി, പാർട്ണർഷിപ്പിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് നോക്കി, മാക്സിമം എത്ര പേര് വേണം, മിനിമം എത്ര പേര് വേണമെന്ന് നോക്കി, അതിനകത്ത് പാർട്ണേഴ്സിന്റെ എന്താ പറയുന്നത് റൈറ്റ്സിനെ പറ്റി നോക്കി, അവരുടെ പവറിനെ പറ്റി നോക്കി, പിന്നെന്താണ് പാർട്ണർഷിപ്പ് ഡീഡിനെ പറ്റി പഠിച്ചു. പിന്നെന്ത് പഠിച്ചു? പാർട്ണർഷിപ്പ് ഡീഡിൽ ഒരു കാര്യം പറയുന്നില്ല എങ്കിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള നിയമങ്ങൾ എന്താന്നുള്ളത് കാര്യവും പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? സാർ, അപ്പൊ ഈ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷന്റെ ബേസിസിലും പവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ലേ? ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ അല്ല, അത് പാർട്ട്നേഴ്സിന്റെ ഇടയ്ക്ക് തീരുമാനിക്കണം. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഇതാണ് നിയമം, ഇങ്ങനെ ചെയ്യാവുള്ളൂ എന്ന് പറയാൻ പറ്റത്തില്ല. ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ, ഫോർ എക്സാമ്പിൾ, ഞാൻ 10,000 രൂപ കൊണ്ടുവന്നു, മറ്റേ ആൾ 20,000 കൊണ്ടുവന്നു, മൂന്നാമത്തെ ആൾ 30,000 കൊണ്ടുവന്നു. ഒരിക്കലും പറയാൻ പറ്റത്തില്ല പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 1:2:3 ആണോ എന്ന്. എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം എന്താ? പാർട്ണറിന്റെ ഇടയ്ക്ക് അവരാ തീരുമാനിക്കേണ്ട എത്രയായിരിക്കണം റേഷ്യോ എന്നുള്ളത്. അവര് പറയുക നമുക്ക് പ്രോഫിറ്റ് എന്താ പറയുന്നത് 3:5:6 റേഷ്യോയിലൊക്കെ ഡിവൈഡ് ചെയ്യുക. അങ്ങനെ പറഞ്ഞാൽ അതാണ് റേഷ്യോ. ക്ലിയർ ആണോ? അവരുടെ ഇടയ്ക്കുള്ള എഗ്രിമെന്റാ, 3 പേരുടെ ഇടയ്ക്കുള്ള എഗ്രിമെന്റ്. അവര് തീരുമാനിക്കും, ആരെയും നിർബന്ധിച്ചിട്ടല്ലോ, അവരുടെ ഇടയ്ക്കുള്ള എഗ്രിമെന്റ്. ഇനി അങ്ങനെ അവർ പറയുന്നില്ലെങ്കിൽ ഈക്വലി ഷെയർ ചെയ്തോണം. ഞാൻ 10,000 കൊണ്ടുവന്നു, മറ്റവൻ 20,000, മൂന്നാമത്തെ ആൾ 30,000 കൊണ്ടുവന്നു, ക്യാപിറ്റൽ. പക്ഷെ ഞങ്ങളുടെ ഡീഡിൽ ഒന്നും തന്നെ പറയുന്നില്ല എങ്ങനെ പ്രോഫിറ്റ് ഷെയർ ചെയ്യണമെന്ന്. അങ്ങനെയാണ് ഈക്വലി ഷെയർ ചെയ്യണം, അതാ നിയമം. പാർട്ണർഷിപ്പ് ആക്ട് അതാണ് പറയുന്നത്. അപ്പൊ ഞാൻ എത്ര ക്യാപിറ്റൽ കൊണ്ടുവന്നു എന്നവിടെ പ്രസക്തി ഇല്ല. ഓക്കെ ആണോ? കാരണം നിയമം അതാണ് പറയുന്നത്. യെസ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? ഓക്കെ. അടുത്തത് പാർട്ണർഷിപ്പ് ഫേമിന്റെ അക്കൗണ്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം. ആദ്യമായിട്ട് മനസ്സിലാക്കണം, ഒരു പാർട്ണർഷിപ്പ് ഫേമിന് ഇങ്ങനെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാവുള്ളൂ എന്ന് ആരും പറഞ്ഞിട്ടില്ല. സോ പാർട്ണർഷിപ്പ് ആക്ട് doesn't specify any format for preparation of accounts of partnership firm, and thus accounts are prepared as per basic rules of accounts. Clear ആണോ? പാർട്ണർഷിപ്പ് ആക്ട് ഒരു തരത്തിലുള്ള ഫോർമാറ്റും പറയുന്നില്ല. കമ്പനീസ് ആക്ട് പറയുന്നുണ്ട് ഒരു കമ്പനിയുടെ സ്റ്റേറ്റ്മെന്റ്, ഇൻകം സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ബാലൻസ് ഷീറ്റ് സ്റ്റേറ്റ്മെന്റ്, പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യണം. അത് വ്യക്തമായി ഷെഡ്യൂൾ 3 പറയുന്നുണ്ട്. കമ്പനീസ് ആക്ട്, കമ്പനിയുടെ കേസ് പഠിക്കണം, നമുക്കത് പഠിക്കാം. പാർട്ണർഷിപ്പ് ആക്ട് ഇങ്ങനെ ഒന്നും പറയുന്നില്ല, ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാവുള്ളൂ എന്ന്. അതുകൊണ്ട് സോൾ പ്രൊപ്പറൈറ്ററുടെ നമ്മൾ എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്തത് അതുപോലെ തന്നെ ഇവിടെയും പ്രിപ്പയർ ചെയ്യും. ട്രേഡിംഗ്, P&L അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ തന്നെയാണ് ഇവിടെയും വരുന്നത്. പക്ഷെ ഇവിടെ ഒരൊറ്റ വ്യത്യാസമേ വരുന്നുള്ളൂ. സോൾ പ്രൊപ്പറൈറ്ററുടെ കേസിൽ ഒരൊറ്റ ഓണറേ ഉള്ളൂ. ക്ലിയർ ആണോ? ഒരൊറ്റ സിംഗിൾ ഓണറേ ഉള്ളൂ, സോൾ ട്രേഡർ. ഇവിടെ മിനിമം 2 പേരെങ്കിലും കാണും, 2 കൂടിയാലേ ഉള്ളൂ. ഈ കൂടിയാലും 50 താഴെയായിരിക്കും, മാക്സിമം 50 അല്ലേ. അപ്പൊ എത്ര പാർട്ട്നേഴ്സ് ഉണ്ടോ അത്രയും ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അതാണ് പാർട്ണർഷിപ്പ് അക്കൗണ്ട്സിന്റെ ഒരു പ്രത്യേകത. A, B, C 3 പാർട്ട്നേഴ്സ് ആണെങ്കിൽ A ക്യാപിറ്റൽ അക്കൗണ്ട്, B ക്യാപിറ്റൽ അക്കൗണ്ട്, C ക്യാപിറ്റൽ അക്കൗണ്ട്, ഇങ്ങനെ 3 ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. 3 പാർട്ട്നേഴ്സ് ഉണ്ടല്ലോ, 3 പേരും ക്യാപിറ്റൽ കൊണ്ടുവരുന്നുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം. അപ്പൊ 3 ക്യാപിറ്റൽ അക്കൗണ്ടുകൾ വരും, ഒരൊറ്റ ക്യാപിറ്റൽ അക്കൗണ്ട് അല്ല. സോൾ പ്രൊപ്പറൈറ്ററുടെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ ആ പാർട്ണർഷിപ്പിന്റെയും അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. വ്യത്യാസം എന്ന് പറയുന്നത് സോൾ പ്രൊപ്പറൈറ്റർഷിപ്പിൽ ഒരൊറ്റ പാർട്ണർ, ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ, ഒറ്റ ക്യാപിറ്റൽ അക്കൗണ്ട് മതി. ഇവിടെ ഒരൊറ്റ വ്യക്തിയുടെ മിനിമം 2 പേരെങ്കിലും ഉണ്ട്. എത്ര പേരുണ്ടോ അത്രയും ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യും. ക്ലിയർ ആണോ?
അതാണ് ഇവിടുത്തെ ആകെയുള്ള വ്യത്യാസം. ഓക്കെ അല്ലേ? ബാക്കി കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ട്രേഡിംഗ് പി ആൻഡ് എൽ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്നു. ആദ്യം നമ്മൾ ജേർണൽ എൻട്രി ജേർണലിൽ എഴുതുന്നു, പിന്നെ ലെഡ്ജറിൽ ക്ലാസിഫൈ ചെയ്യുന്നു, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നു, ട്രയൽ ബാലൻസ് ഓഫ് പാർട്ണർഷിപ്പ് പ്രിപ്പയർ ചെയ്യുന്നു, പിന്നെ എന്ത് പ്രിപ്പയർ ചെയ്യുന്നു? ക്യാപിറ്റൽ അക്കൗണ്ട്സും കാര്യങ്ങളും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നു. ഓക്കെ ആണോ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോപ്പർ ആയിട്ട് നമ്മൾ ട്രേഡിംഗ് പി ആൻഡ് എൽ അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നു, ഫിനാൻഷ്യൽ പൊസിഷൻ നോക്കുന്നു, അസറ്റ് എത്രയുണ്ട്, ലൈബിലിറ്റി എത്രയുണ്ടെന്നുള്ള കാര്യവും വ്യക്തമായിട്ട് നോക്കും. ഓക്കെ അല്ലേ? സോ ഇങ്ങനെയാണ് പാർട്ണർഷിപ്പിന്റെ അക്കൗണ്ട്സ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ വ്യക്തമായിട്ട് ഒന്നും പറയുന്നില്ല, ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാവുള്ളൂ എന്ന് പറയുന്നില്ല. അതുകൊണ്ട് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യും? സാധാരണഗതിയിൽ അക്കൗണ്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു അതുപോലെ പ്രിപ്പയർ ചെയ്യും. ഇനി ഓരോ അക്കൗണ്ട്സും നോക്കാം. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അക്കൗണ്ട് വിച്ച് ഈസ് പ്രിപ്പയർഡ് ഇൻ പാർട്ണർഷിപ്പ് ഈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഏത് അക്കൗണ്ട് ആണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഓക്കെ ആണോ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പി ആൻഡ് എൽ അക്കൗണ്ടിന്റെ ഒരു എക്സ്റ്റൻഷനാണ്. പി ആൻഡ് എൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ അറിയാമല്ലോ. പി ആൻഡ് എൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നെറ്റ് പ്രോഫിറ്റ് കിട്ടും. അപ്പത്തെ സൈഡിലാണ് കിട്ടുന്നതെങ്കിൽ അതിനെ നെറ്റ് ലോസ് എന്ന് വിളിക്കും. ഓക്കെ ആണോ? ലാഭമാണ് നമുക്ക് കിട്ടുന്നതെന്ന് വിചാരിക്കാം, നെറ്റ് പ്രോഫിറ്റ് ആ കിട്ടുന്നതെന്ന് വിചാരിക്കുക. ഈ പ്രോഫിറ്റിനകത്തുനിന്ന് വേണം നമ്മുടെ പാർട്ണർഷിപ്പ് ഡീഡിൽ സാലറി കൊടുക്കാൻ പറഞ്ഞാൽ സാലറി കൊടുക്കുക. ആർക്ക്? പാർട്ണർക്ക്. ഓക്കെ ആണോ? നമ്മുടെ എംപ്ലോയീസിന് കൊടുക്കുന്നതൊക്കെ പി ആൻഡ് എൽ അക്കൗണ്ടിൽ എക്സ്പെൻസ് ആയിട്ട് നമ്മൾ കാണും, അല്ലെ? എക്സ്പെൻസ് ആയിട്ട് നമ്മൾ കാണിച്ചിരിക്കും. നമ്മളുടെ എംപ്ലോയീസിന് വേറെ എന്തെങ്കിലും കൊടുത്താൽ അത് അവിടെ നമ്മൾ എക്സ്പെൻസ് ആയി കാണിക്കും. വേറെ ഏതെങ്കിലും തരത്തിലുള്ള ചെലവുണ്ടെങ്കിൽ എക്സ്പെൻസ് ആയിട്ട് അവിടെ കാണിക്കും. പക്ഷേ പാർട്ണർക്ക് നമ്മൾ സാലറി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പാർട്ണർ ആയതുകൊണ്ട് നമ്മൾ അവന് കൊടുക്കുക. അല്ലെങ്കിൽ അവന് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നു, ക്യാപിറ്റലിന് അവന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ, ക്ലിയർ ആണോ? അത് പാർട്ണർഷിപ്പ് ഡീഡ് പറഞ്ഞുകൊണ്ട് കൊടുക്കുക. അപ്പൊ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കും? പി ആൻഡ് എൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കും. നമുക്ക് ഇത്രയും ലാഭമുണ്ട്. ഈ ലാഭത്തിൽ നിന്ന്, ഈ ലാഭം ആർക്കുള്ളതാ? പാർട്ണർക്ക് തന്നെ ഉള്ളതാ. പക്ഷെ ഈ ലാഭത്തിൽ നിന്ന് കുറച്ചു ഭാഗം പാർട്ണറിന്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആയി പോകും, കുറച്ചു ഭാഗം അവന് സാലറി ആയി പോകും, കുറച്ചു ഭാഗം അവന്റെ ലോണിന്റെ ഇൻട്രസ്റ്റ് ആയിട്ട് പോകും. ആ രീതിയിൽ പല പല ഘടകങ്ങളായിട്ട് പോകും. ഇങ്ങനെ പി ആൻഡ് എല്ലിൽ കിട്ടിയ പ്രോഫിറ്റിനെ അപ്രോപ്രിയേറ്റ് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? അപ്രോപ്രിയേറ്റ് ചെയ്യുന്നു. ക്ലിയർ ആണോ? ഇതിനെയാണ് പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. പി ആൻഡ് എൽ അക്കൗണ്ടിൽ പ്രോഫിറ്റ് കണ്ടെത്തും. ഈ പ്രോഫിറ്റ് എങ്ങനെ വിനിയോഗിക്കുന്നു എന്ന് എഴുതി കാണിക്കുന്ന അക്കൗണ്ട് ആണ് പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ക്ലിയർ അല്ലേ? എങ്ങനെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതെന്ന് കാണിക്കുന്ന അക്കൗണ്ട്. ഓക്കെ ആണോ? അതാണ് പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അത് പാർട്ണർഷിപ്പിലെ ഒരു പ്രധാനപ്പെട്ട അക്കൗണ്ട് ആണ്. ഇൻട്രൊഡക്ഷൻ നോക്കാം. In a partnership firm, the P&L appropriation account is prepared after the P&L account. P&L account prepare ചെയ്തതിനു ശേഷമാണ് P&L appropriation account prepare ചെയ്യുന്നത്. എന്തിനാ ഇത് പ്രിപ്പയർ ചെയ്യുന്നത്? നെറ്റ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. ക്ലിയർ ആണോ? അല്ലെങ്കിൽ നെറ്റ് ലോസ് ആണെങ്കിൽ ആ ലോസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, അതിനു വേണ്ടിയിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എമംഗ് ദ പാർട്ട്നേഴ്സ്. ക്ലിയർ? ഇൻ അക്കോർഡൻസ് വിത്ത് പാർട്ണർഷിപ്പ് ഡീഡ്. പാർട്ണർഷിപ്പ് ഡീഡ് എങ്ങനെ പറയുന്നു അതുപോലെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ അല്ലെ? എന്തിനാ ഇത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, സോൾ ട്രേഡറിന്റെ കേസിൽ ഒരൊറ്റ ഓണറേ ഉള്ളൂ. അതുകൊണ്ട് നെറ്റ് പ്രോഫിറ്റ് കിട്ടിയാൽ ബ്രാക്കറ്റിൽ എഴുതും ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. അവന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡയറക്റ്റ് കൊടുക്കാം, അവൻ ഒറ്റ മനുഷ്യനല്ലേ ഉള്ളൂ. ഓക്കെ ആണോ? പക്ഷേ പാർട്ണർഷിപ്പ് ആണെങ്കിൽ മിനിമം 2 പേരുണ്ട്. നമുക്ക് 10,000 രൂപ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഡിവൈഡ് ചെയ്ത് 2 പേർക്കായിട്ട് കൊടുക്കണം, അപ്രോപ്രിയേറ്റ് ചെയ്യണം എമംഗ് ദ പാർട്ണേഴ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് പാർട്ണർഷിപ്പ് ഡീഡ്. പാർട്ണർഷിപ്പ് ഡീഡ് പറയാം 2:3 റേഷ്യോ കൊടുക്കാൻ പറഞ്ഞാൽ അത് 2:3 റേഷ്യോ ഡിവൈഡ് ചെയ്യണം. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത്? അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പൊ അതിനകത്ത് അവന് സാലറി കൊടുക്കുന്നുണ്ടെങ്കിൽ, ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തും. ഈ പ്രോഫിറ്റ് എങ്ങനെ വിനിയോഗിക്കുന്നു എന്ന് വ്യക്തമായി അവിടെ കാണിക്കും. ഓക്കെ ആണോ? സോ അതാണ് എന്ത്? പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഓക്കെ അല്ലേ? പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ട് ആണ്, മറക്കരുത്. ഇൻകവും എക്സ്പെൻസുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് ആണ്. ഓക്കെ ആണോ? How the profit or loss of a partnership firm are appropriated or shared or distributed. എങ്ങനെയാണ് ഒരു ഫേമിന്റെ ലാഭം അല്ലെങ്കിൽ നഷ്ടം അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കാണിക്കുന്ന അക്കൗണ്ട് ആണ് പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അതൊരു നോമിനൽ അക്കൗണ്ട് ആണ്. വ്യക്തമായി മനസ്സിലാക്കാൻ, നോമിനൽ അക്കൗണ്ട് എക്സ്പെൻസും ഇൻകവുമായി ഡീൽ ചെയ്യുന്ന അക്കൗണ്ട് ആണ്. ഓക്കെ ആണോ? ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി ഓഫ് കമ്മീഷൻ ടു പാർട്ണർ, പാർട്ണേഴ്സിനുള്ള സാലറി ഓർ കമ്മീഷൻ ആട്ടോ, എംപ്ലോയീസിനൊന്നുമല്ല. അതൊക്കെ പി ആൻഡ് എൽ അക്കൗണ്ടിൽ തന്നെ വരും. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്, ഈ വക കാര്യങ്ങളൊക്കെ പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലായിരിക്കും എഴുതുന്നത്. ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടോ? പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്താണെന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ടോ?
അതിന്റെ ഫോർമാറ്റ് ഒക്കെ പറഞ്ഞു. ഡൗട്ട് ഇല്ല. ഓക്കെ. ഇനി എന്തിന് നമുക്ക് പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോഫിറ്റും ലോസും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വേണ്ടുന്നത്. പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആ ഇഗ്രീഡ് റേഷ്യോയിൽ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും പാർട്ട്നേഴ്സ് സാലറി ഒക്കെ കൊടുക്കാൻ ഡീഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഇതിൽ നിന്ന് കൊടുക്കണം, പ്രോഫിറ്റിൽ നിന്നാണ് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. ക്ലിയർ ആണോ? പ്രോഫിറ്റ് എങ്ങനെ വിനിയോഗിക്കപ്പെടുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇറ്റ്സ് നെസസറി ടു അലോക്കേറ്റ് പ്രോഫിറ്റ് പ്രോപ്പർലി എമംഗ് ദ പാർട്ട്നേഴ്സ്. സോ അതുകൊണ്ടാണ് നമ്മൾ പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിന്റെ ഒരു ഫോർമാറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ ആണോ? പ്രോപ്പർ ആയിട്ട് കോളം വരച്ച് കാണിക്കാവുന്നതേ ഉള്ളൂ. എമൗണ്ട് കോളം, ഡെബിറ്റ് സൈഡ് ആൻഡ് ക്രെഡിറ്റ് സൈഡ്, ഇവിടെ വീണ്ടും ഒരു എമൗണ്ട് കോളം വരും. സോ ഈ രീതി കാണിക്കാം. ഓക്കെ ആണോ? യെസ്. ഡെബിറ്റ് സൈഡ് ഉണ്ട്, ഒരു എമൗണ്ട് കോളം, ക്രെഡിറ്റ് സൈഡ് ഒരു എമൗണ്ട് കോളം. ഡെബിറ്റ് സൈഡ് വേണമെങ്കിൽ പെർട്ടിക്കുലേഴ്സ് എന്ന് എഴുതാം, പെർട്ടിക്കുലേഴ്സ് എന്ന് എഴുതാം. ഓക്കെ ആണോ? ഡെബിറ്റ് സൈഡ് ആൻഡ് ക്രെഡിറ്റ് സൈഡ്. ഓക്കെ അല്ലേ? നമ്മളുടെ പി ആൻഡ് എൽ അക്കൗണ്ടിൽ നെറ്റ് പ്രോഫിറ്റ് എവിടെ എഴുതുന്നത്? നെറ്റ് പ്രോഫിറ്റ് നമ്മളുടെ ഡെബിറ്റ് സൈഡിലാണ് എഴുതുന്നത്. ആ ഡെബിറ്റ് സൈഡിൽ നിന്ന് നെറ്റ് പ്രോഫിറ്റ് എങ്ങോട്ടേക്ക് ബ്രോട്ട് ഡൗൺ ചെയ്യും? പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ബ്രോട്ട് ഡൗൺ ചെയ്യും. ബൈ നെറ്റ് പ്രോഫിറ്റ് ഫ്രം പി ആൻഡ് എൽ അക്കൗണ്ട്. പി ആൻഡ് എൽ അക്കൗണ്ടിൽ നിന്ന് നെറ്റ് പ്രോഫിറ്റ് ഇങ്ങോട്ടേക്ക് എഴുതും. ഫോർ എക്സാമ്പിൾ 1 lakh ആണ് പ്രോഫിറ്റ്. എന്നിട്ട് നമ്മൾ ഇപ്പത്തെ സൈഡിൽ കാണിക്കും ഈ 1 lakh എങ്ങനെ വിനിയോഗിച്ചു. 1 lakhൽ കുറച്ച് പൈസ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായി പാർട്ണർ എക്ക് കൊടുത്തു. ഓക്കെ ആണോ? 2000 രൂപ കൊടുത്തു. 3000 രൂപ പാർട്ണർ ബിക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായി കൊടുത്തു. പാർട്ണർ എക്ക് സാലറിയായി 2000 കൊടുത്തു. പാർട്ണർ ബിക്ക് കമ്മീഷനായിട്ട് 1000 രൂപ കൊടുത്തു. ക്ലിയർ? കുറച്ച് പ്രോഫിറ്റിൽ നിന്ന് റിസർവ് ആയിട്ട് മാറ്റി വെച്ചു. റിസർവ് എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞ, ഇറ്റ് ഈസ് ആൻ അപ്രോപ്രിയേഷൻ ഫ്രം പ്രോഫിറ്റ്. പ്രോഫിറ്റിൽ നിന്ന് വക മാറ്റുന്നതിന് റിസർവ്. അപ്പൊ പ്രോഫിറ്റ് 1 ലക്ഷം, അതിനകത്ത് ഇത്ര രൂപ റിസർവ് ആയി മാറ്റി വെച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെച്ചു. ബാക്കി എത്രയുണ്ടെന്ന് നോക്കും. ആ ബാക്കിയുള്ളതാണ് പാർട്ണർഷിപ്പ് ഡി പറഞ്ഞിട്ടുള്ള റേഷ്യോയിൽ എയ്ക്കും ബിക്കും പാർട്ണറിന് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്, അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോകുന്നത്. പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു എ ആൻഡ് ബിസ് ക്യാപിറ്റൽ. പാർട്ണർഷിപ്പ് ഡീഡിൽ റേഷ്യോ പറയുന്നുണ്ടെങ്കിൽ ആ റേഷ്യോയിൽ അത് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ ഈക്വലി ട്രാൻസ്ഫർ ചെയ്യാം. ഇതാണ് പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. സോ ആദ്യം പ്രോഫിറ്റ് എഴുതും, എന്നിട്ട് അത് എന്ത് ചെയ്യും? പ്രോപ്പറായിട്ട് അപ്രോപ്രിയേറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ ആണോ? പ്രോപ്പറായി അപ്രോപ്രിയേറ്റ് ചെയ്ത് കൊടുക്കും. ഇനി ഇതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഇപ്പുറത്തെ സൈഡിൽ വരും. ഓക്കെ ആണോ? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമുക്ക് കിട്ടുന്നതല്ലേ, നമ്മളുടെ കയ്യിൽ നിന്ന് പോകുന്നത് ഡെബിറ്റിൽ എഴുതും. എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ഡെബിറ്റിൽ എഴുതും. നമുക്ക് ഇങ്ങോട്ടേക്ക് വരുന്നത് ഇൻകം, ഇങ്ങോട്ടേക്ക് വരുന്നത് ഈ സൈഡിൽ എഴുതും. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഫേമിന് കിട്ടുന്നത് അത് ഈ സൈഡിലേക്ക് വരും. ഓക്കെ ആണ്? സോ ഈ രീതിയിൽ എഴുതി അവസാനം ബാലൻസ് വരുന്ന പ്രോഫിറ്റ് എയ്ക്കും ബിക്കും ആ പറഞ്ഞിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഈക്വലി ഡിവൈഡ് ചെയ്യും. ഇത് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ. നെറ്റ് ലോസ് ആണെങ്കിൽ ട്രേഡിംഗ് പി ആൻഡ് ലെഫ്റ്റ് സൈഡിലായിരിക്കും, അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിലായിരിക്കും നെറ്റ് ലോസ് വരുന്നത്. ദാറ്റ് ഈസ് ബ്രോട്ട് ഡൗൺ ടു ദി ഡെബിറ്റ് സൈഡ്. നെറ്റ് ലോസ് എന്നും പറഞ്ഞു വരും. ഈ ലോസ് ഏത് രീതിയിലാണ് എഫക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളോട് കാണിക്കും. ഈ ലോസ് എങ്ങനെയാണ് എയും ബിയും ഷെയർ ചെയ്യുന്നത്? അവരുടെ പി ആൻഡ് എൽ ഷെയറിംഗ് റേഷ്യോയിൽ അവരത് ഷെയർ ചെയ്തെടുക്കും. ഓക്കെ ആണോ? ലോസ് ആകുമ്പോൾ പിന്നെ സാലറി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? സാലറി കൊടുക്കാൻ ലാഭം വേണം. ലാഭം ഇല്ലെങ്കിൽ പിന്നെ സാലറി കൊടുക്കേണ്ട, ക്യാപിറ്റൽ കൊടുക്കേണ്ട, കമ്മീഷൻ കൊടുക്കേണ്ട, റിസർവ് മാറ്റി വെക്കേണ്ട. ഈ ഐറ്റംസ് ഒന്നും ലോസ് ആണെങ്കിൽ വരത്തില്ല. ഇപ്പത്തെ സൈഡിൽ ഒന്നും വരത്തില്ല. കാരണം നഷ്ടമാണെങ്കിൽ റിസർവ് മാറ്റി, ലാഭത്തിൽ നിന്ന് മാറ്റി വെക്കുന്ന റിസർവ്, വേറെ ഒന്നും മാറ്റി വെക്കേണ്ട. ലാഭം ഉണ്ടെങ്കിൽ കമ്മീഷൻ, സാലറിയും ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി. ഇതൊന്നും വരത്തില്ല. ക്ലിയർ ആണോ? അപ്പൊ ലോസ് ആണെങ്കിൽ എന്തായിരിക്കും? ലോസ് എങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു? എ ആൻഡ് ബി. ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ അത് എഴുതും. എയ്ക്കും ബിക്കും ഇത്ര വീതം നഷ്ടം വീതിച്ചെടുത്തു, നഷ്ടം അവർ വീതിച്ചെടുത്തു എന്ന രീതിയിൽ എഴുതും. ഓക്കെ ആണോ? അതാ താഴെ പറയുന്നത്, ഇഫ് ദർ ഇസ് നെറ്റ് ലോസ് ഇറ്റ് ഈസ് ഷോൺ ഓൺ ഡെബിറ്റ് സൈഡ് ആൻഡ് ഷെയർഡ് അമംഗ് പാർട്ട്നേഴ്സ് ഓൺ ദ ക്രെഡിറ്റ് സൈഡ്. ക്രെഡിറ്റ് സൈഡിൽ എയ്ക്കും ബിക്കും ഷെയർ ചെയ്യും ഈ ലോസ്. വേറെ ഒന്നും തന്നെ ഇവിടെ വരത്തില്ല. ഇൻ ദർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഇതാണ് പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ടും പി ആൻഡ് എൽ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് ട്രേഡിംഗ് അക്കൗണ്ടും പി ആൻഡ് എൽ അക്കൗണ്ടും ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ ഓൾറെഡി അറിയാമല്ലോ. സോൾ ട്രേഡറിനെ പ്രിപ്പയർ ചെയ്യുന്നത് പോലെ തന്നെ യാതൊരു വ്യത്യാസവും ഇല്ല. അത് കഴിഞ്ഞ് ഉടനെ പ്രിപ്പയർ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇതിന് വേണ്ടിയിട്ടാണ് ഈ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എങ്ങനെ വിനിയോഗിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ അപ്രോപ്രിയേറ്റ് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഡൗട്ട് ഉണ്ടോ ഇതിനകത്ത്? പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനകത്ത് അതാണ് ഒരു പ്രധാനപ്പെട്ട അക്കൗണ്ട് ഇൻ പാർട്ണർഷിപ്പ്. അപ്പൊ ആ ഓർഡർ നോക്കിക്കോളുക: ജേർണല്, ലെഡ്ജർ, ട്രയൽ ബാലൻസ്, പിന്നെ ട്രേഡിംഗ് പി ആൻഡ് എൽ അക്കൗണ്ട്. അത് കഴിഞ്ഞിട്ട് പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. സോൾ ട്രേഡറുടെ കേസിൽ ഈ അപ്രോപ്രിയേഷന്റെ ആവശ്യമില്ല, ഒരൊറ്റ ആളെ ഉള്ളൂ. ക്ലിയർ ആണോ?
അയാൾക്ക് സാലറിയും കാര്യങ്ങളും ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ അല്ലേ? സോ അതുകൊണ്ട് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അവിടെ വരത്തില്ല. ഇവിടെ എന്ത് വരും? വരും. ഓക്കെ ആണോ? ഡൗട്ട് ഇല്ലല്ലോ? പിന്നെ ഇതിന്റെ ക്രെഡിറ്റ് സൈഡിലും ഡെബിറ്റ് സൈഡിലും എന്തൊക്കെ എഴുതും എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ വ്യക്തമാക്കിയിട്ടിപ്പം എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെ വരാം? നെറ്റ് പ്രോഫിറ്റ് വരാം, കൂടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അതും കൂടെ വരാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അതും കൂടെ വരാം. ഡെബിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരാം, പാർട്ണറുടെ സാലറിയിലേക്ക് കമ്മീഷൻ വരാം, റിസർവിലേക്ക് എന്തെങ്കിലും മാറ്റിയിട്ടുണ്ട് അത് വരാം, ഷെയറിംഗ് ഓഫ് റിമൈനിങ് പ്രോഫിറ്റ്, ബാക്കി പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത് വരാം. പിന്നെ ലോസ് ഉണ്ടെങ്കിൽ, നെറ്റ് ലോസ് ഡെബിറ്റ് സൈഡിലോട്ടാണ് ബ്രോട്ട് ഡൗൺ ചെയ്യുന്നത്. അത്രയും കാര്യങ്ങൾ വരാം. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ഡെബിറ്റിലും ക്രെഡിറ്റിലും വരുന്ന വ്യക്തമായിട്ട് പഠിച്ചു വെച്ചേക്കാം. വേണമെങ്കിൽ ചോദിക്കാം ഡെബിറ്റ് സൈഡിൽ എന്ത് വരുന്നു, ക്രെഡിറ്റ് സൈഡിൽ എന്ത് വരുന്നു എന്ന രീതിയിൽ ചോദ്യം വരാം. ഓക്കെ ആണോ? അതാണ് P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിളും കൂടെ കൊടുത്തിട്ടുണ്ട് എങ്ങനെ ചെയ്യണോ എന്നുള്ള കാര്യം ജസ്റ്റ് കാണിക്കും. കണക്കൊന്നും വരത്തില്ല, ചുമ്മാ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. എയും ബിയും പ്രോഫിറ്റും ലോസും 3:2 റേഷ്യോയെ ഷെയർ ചെയ്യണം. എന്നിട്ട് അവർ പറയുക നെറ്റ് പ്രോഫിറ്റ് 1,00,000 രൂപയാണ്. എന്നിട്ട് പറയും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എയ്ക്ക് 5,000 രൂപ ക്യാപിറ്റലിന് മേൽ ഇൻട്രസ്റ്റ് ആയി കൊടുക്കണം, ബിക്ക് 3,000 രൂപ ക്യാപിറ്റലിന് മേൽ ഇൻട്രസ്റ്റ് ആയി കൊടുക്കണം, 10,000 രൂപ ബിക്ക് സാലറി ആയിട്ട് കൊടുക്കണം ബി ചെയ്ത സേവനങ്ങൾക്ക്. ഇനി എങ്ങനെ ഇത് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ കൊടുക്കാൻ നോക്കാം. നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ബ്രോട്ട് ഡൗൺ ചെയ്തു 1,00,000 ടു ദ ക്രെഡിറ്റ് സൈഡ്. 1,00,000 എങ്ങനെ വിനിയോഗിക്കുന്നു? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എയ്ക്കും ബിക്കും 5,000 3,000 കൊടുത്തു, ബിയുടെ സാലറി 10,000 കൊടുത്തു. ബാക്കി എത്ര എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ബാലൻസ് ചെയ്താൽ മതി. ഒരു വര വരയ്ക്കുക. 1,00,000 ഏറ്റവും വലിയ സംഖ്യ, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും കൂട്ടിയപ്പോൾ 1 lakh ഈസ് ദി ഹയസ്റ്റ് എമൗണ്ട്. 1 lakh രണ്ട് സൈഡിലും എഴുതി. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത്രയും രൂപ ബാലൻസ് വരുന്നുണ്ട്. അതാണ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു എ ആൻഡ് ബിസ് ക്യാപിറ്റൽ. ഇൻ വിച്ച് റേഷ്യോ? 3:2 റേഷ്യോ. ഓക്കെ ആണോ? 3:2 റേഷ്യോയിൽ ട്രാൻസ്ഫർ ചെയ്തു. ഇതാണ് P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ. ആ കാൽക്കുലേറ്റ് ചെയ്തതിന്റെ ബാക്കി കാര്യങ്ങളാണ് ജസ്റ്റ് പറയുന്നത്. നെറ്റ് പ്രോഫിറ്റ് 1 lakh ആയിരുന്നു. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ലെസ് സാലറി ബാലൻസ് 82,000 വരും. ആ 82,000 ആണ് ഇവിടെ ബാലൻസ് വരുന്നത്. 1 lakh മൈനസ് 10,000 പ്ലസ് 5,000 പ്ലസ് 3,000 അത്രയും ചെയ്യുമ്പോൾ 82,000 ഇവിടെ ബാലൻസ് വരും. ആ 82,000 ആണ് 3:2 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തത്. 49,200 32,800. ഓക്കെ അല്ലേ? സോ ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട്സ് ഏതൊക്കെയാണ്? ജേർണലും ലെഡ്ജറും ഓൾറെഡി നമ്മൾ പ്രിപ്പയർ ചെയ്യും. അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ പ്രിപ്പയർ ചെയ്യും? ട്രേഡിംഗ്, P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. പിന്നെ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. അതിനുശേഷം P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലെ ബാലൻസ് എങ്ങോട്ടാ പോകുന്നത്? എയുടെയും ബിയുടെ അല്ലെങ്കിൽ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ്. അടുത്ത പ്രിപ്പയർ ചെയ്യേണ്ടതാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. എന്താണ്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് അടുത്തതായി പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ ആണോ? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ 2 രീതികളുണ്ട്. എയ്തർ യു ക്യാൻ പ്രിപ്പയർ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഓർ ഇൻ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ക്ലിയർ ആണോ? 2 മെത്തേഡ്സ് ആണ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ളത്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും. ഓക്കെ അല്ലേ? 2 മെത്തേഡ്സ് ഏതൊക്കെയാണ്? ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. പാർട്ട്നേഴ്സ് തമ്മിൽ എങ്ങനെ എഗ്രി ചെയ്യുന്നു അതിനനുസരിച്ചാണ് അവരവരുടെ പാർട്ണർഷിപ്പ് ഡീഡിൽ പറയുന്നത് പോലെയാണ് ഏത് മെത്തേഡ് യൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. പാർട്ണർഷിപ്പ് ഡീഡിൽ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണ് ബൈ ഡിഫോൾട്ട് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ ആണോ? പാർട്ണർഷിപ്പ് ഡീഡിൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ണറുടെ ക്യാപിറ്റൽ എന്ന് പറയുന്ന സംഭവം എന്ത് ചെയ്യുന്നുണ്ട്? ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട്. ക്യാപിറ്റൽ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് അതിനെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. അണ്ടർ ദിസ് മെത്തേഡ് ഓൺലി 1 ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് മെയിൻറ്റെയിൻഡ്. എന്ത് മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ? ഒരൊറ്റ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ. ക്ലിയർ ആണോ? ഒരൊറ്റ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രം മെയിൻറ്റെയിൻ ചെയ്യും. ഞാൻ അത് കാണിച്ചു തരാം. ഒരു എക്സാമ്പിൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിനകത്ത് അത് ഇല്ല, ഞാൻ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ ഇല്ല. ഒരൊറ്റ ക്യാപിറ്റൽ അക്കൗണ്ടേ പ്രിപ്പയർ ചെയ്യത്തുള്ളൂ. വേറെ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യത്തില്ല. ഒരൊറ്റ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രം. ആ അക്കൗണ്ടിൽ തന്നെയാണ് എല്ലാ തരത്തിലുള്ള ട്രാൻസാക്ഷൻസും വരുന്നത്. ക്ലിയർ ആണോ? സോ ആ ക്യാപിറ്റൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, മാറിക്കൊണ്ടേയിരിക്കും, സ്ഥിരമായി നിൽക്കത്തില്ല. അതുകൊണ്ടാണ് അതിനെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് വിളിക്കുന്നത്.
ഒന്നും തന്നെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ മെത്തേഡിലാണ് എന്ത് പ്രിപ്പയർ ചെയ്യേണ്ടത്? ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ക്ലിയർ? ദ അക്കൗണ്ട് കീപ് ചേഞ്ചിങ് ഓർ ഫ്ലക്ച്വേറ്റ്സ്. ഈ അക്കൗണ്ട് എന്തുകൊണ്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താഴെ പറയുന്ന ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് വരുന്നത് കൊണ്ടാണ് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ ആണോ? പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ്, നെറ്റ് പ്രോഫിറ്റ് ഷെയർ, പുതിയ പ്രോഫിറ്റ് വന്നു, അല്ലെങ്കിൽ ഡിഡക്ഷൻ ഓഫ് ഡ്രോയിങ്സ് വന്നു, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പേ ചെയ്തു, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പേ ചെയ്തു, അല്ലെങ്കിൽ സാലറിയോ കമ്മീഷനോ അവർക്ക് കൊടുക്കുന്നു. ഇങ്ങനത്തെ ട്രാൻസാക്ഷൻസ് വരുന്നതുകൊണ്ട് ക്യാപിറ്റൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഒരൊറ്റ അക്കൗണ്ടേ ഉള്ളൂ, ആ അക്കൗണ്ടിലാണ് എല്ലാ ട്രാൻസാക്ഷൻസും വരുന്നത്. സോ ഈ വക ട്രാൻസാക്ഷൻസ് വന്നു കഴിഞ്ഞാൽ ഈ വർഷത്തെ ക്യാപിറ്റൽ ബാലൻസ് ആയിരിക്കത്തില്ല, അടുത്ത വർഷം ഇറ്റ് കീപ്സ് ഓൺ ചേഞ്ചിങ്. ക്ലിയർ അല്ലേ? സോ ദ റീസൺ ഫോർ ദ ചേഞ്ച് ഓഫ് ക്യാപിറ്റൽ ബാലൻസ് ഈ പറഞ്ഞിട്ടുള്ളവയാണ്. ക്ലിയർ? So that's why it is known as fluctuating capital method. Capital balance fluctuate ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇതിന്റെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ബാലൻസ് ചേഞ്ചസ് ഫ്ലക്ച്വേറ്റ്സ് എവറി ഇയർ. എല്ലാ വർഷവും ക്യാപിറ്റൽ ബാലൻസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. മറ്റൊരു പ്രത്യേകത, ഒരൊറ്റ അക്കൗണ്ട് ഇവിടെ പ്രിപ്പയർ ചെയ്യൂ, അതിനെ വിളിക്കുന്ന പേര് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന ഒരൊറ്റ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. എല്ലാത്തരം അഡ്ജസ്റ്റ്മെന്റും, ഡ്രോയിങ്സിന്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന്റെ അഡ്ജസ്റ്റ്മെന്റ്, ഇൻട്രസ്റ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ്, സാലറിയുടെ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം എവിടെയായിരിക്കും? ഈ ഒരൊറ്റ അക്കൗണ്ടിൽ തന്നെ. ഓക്കെ ആണോ? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് മാത്രമല്ല, നമ്മുടെ സാധാരണ ഡ്രോയിങ്സും എവിടെ തന്നെ ആയിരിക്കും? ഈ ഒരു അക്കൗണ്ടിൽ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. എല്ലാ തരം അഡ്ജസ്റ്റ്മെന്റും ഈ ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. സ്മോൾ ഫേംസിനൊക്കെ ഈ ഒരു പെർട്ടിക്കുലർ മെത്തേഡ് ആയിരിക്കും സ്യൂട്ടബിൾ ഫോർ സ്മോൾ ഫേം വിത്ത് സിമ്പിൾ ക്യാപിറ്റൽ ട്രാൻസാക്ഷൻസ്. അതാണ് അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അതാണ് ഒന്നാമത്തെ മെത്തേഡ്, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം ഉണ്ട്. സോ എന്തുകൊണ്ട് ഫ്ലക്ച്വേറ്റിംഗ് എന്ന് വിളിക്കുന്നു? ക്യാപിറ്റൽ ബാലൻസ് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും എല്ലാ വർഷവും. എന്തുകൊണ്ട് ക്യാപിറ്റൽ ബാലൻസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നു? അഡീഷൻ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഷെയർ വരുന്നു, അഡീഷണൽ പ്രോഫിറ്റ് വരുന്നു, ഡ്രോയിങ്സ് ഉണ്ടാകുന്നു, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരുന്നു, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരുന്നു, സാലറിയും കമ്മീഷനും ഒക്കെ കൊടുക്കുന്നു. അതുകൊണ്ടാണ് ക്യാപിറ്റൽ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത്. ഒരൊറ്റ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യൂ, ക്യാപിറ്റൽ അക്കൗണ്ട്. എല്ലാ തരം അഡ്ജസ്റ്റ്മെന്റും ഈ ഒറ്റ അക്കൗണ്ടിൽ തന്നെ എഴുതും. സ്മോൾ ഫേംസിനാണ് ഇത് ഏറ്റവും സ്യൂട്ടബിൾ. അടുത്ത മെത്തേഡാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഈ മെത്തേഡ് പ്രകാരം രണ്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും, ഒരു ക്യാപിറ്റൽ അക്കൗണ്ടും ഒരു കറണ്ട് അക്കൗണ്ടും. ക്ലിയർ? ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആ ക്യാപിറ്റൽ ബാലൻസ് മാത്രമേ എഴുതത്തുള്ളൂ, അത് കാലാകാലം ഫിക്സഡ് ആയി തന്നെ നിൽക്കും. ബാക്കി എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും, അതായത് മുന്നത്തെ രീതിയിൽ എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും ഒരൊറ്റ അക്കൗണ്ടിലാണെങ്കിൽ ഈ രണ്ടാമത്തെ മെത്തേഡ് വരുമ്പോൾ ബാക്കി എല്ലാ അഡ്ജസ്റ്റ്മെന്റും എഴുതാനാണ് കറണ്ട് അക്കൗണ്ട് എന്ന സെപ്പറേറ്റ് അക്കൗണ്ട്. അപ്പൊ കറണ്ട് അക്കൗണ്ട് ബാലൻസ് മാത്രമേ ഫ്ലക്ച്വേറ്റ് ചെയ്യൂ, ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഫിക്സഡ് ആയിട്ട് നിൽക്കും. അതുകൊണ്ട് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ക്യാപിറ്റൽ ഈസ് ഫിക്സ്ഡ്, ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഇസ് ഫിക്സ്ഡ്. ക്ലിയർ ആണോ? സോ ഈ ഒരു മെത്തേഡിൽ രണ്ട് അക്കൗണ്ട്സ്, ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് കറണ്ട് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യും. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇനീഷ്യൽ ആൻഡ് അഡീഷണൽ ക്യാപിറ്റൽ മാത്രമേ റെക്കോർഡ് ചെയ്യത്തുള്ളൂ. ക്ലിയർ ആണോ? ആദ്യം എത്ര ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ അതും റെക്കോർഡ് ചെയ്യും. പെർമനന്റ് വിഡ്രോവൽ ഓഫ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതും റെക്കോർഡ് ചെയ്യും. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ മാത്രമേ ക്യാപിറ്റൽ അക്കൗണ്ട് റെക്കോർഡ് ചെയ്യത്തുള്ളൂ. ഇപ്പൊ സാധാരണഗതിയിൽ ഈ അക്കൗണ്ടിന്റെ ബാലൻസ് ഫിക്സഡ് ആയിട്ട് പെർമനന്റ് ആയിട്ട് തന്നെ നിൽക്കും. ക്ലിയർ ആണോ? So it does not fluctuate unless capital is introduced or withdrawn permanently. Clear അല്ലേ? പുതിയ ക്യാപിറ്റൽ, അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ക്യാപിറ്റൽ പെർമനന്റ് ആയി വിഡ്രോ ചെയ്തു, ഡ്രോയിങ്സ് അല്ല പെർമനന്റ് ആയി വിഡ്രോ ചെയ്തുകൊണ്ട് പോയില്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് ഫ്ലക്ച്വേറ്റ് ചെയ്യാതെ നിൽക്കും, ഫിക്സഡ് ആയി നിൽക്കും. ഈ രണ്ട് സിറ്റുവേഷൻ വന്നാൽ ഫ്ലക്ച്വേറ്റ് ചെയ്യും, ഈ രണ്ട് സിറ്റുവേഷൻ വന്നില്ലെങ്കിൽ ഫിക്സഡ് ആയിട്ട് നിൽക്കും. അതുകൊണ്ടാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ പെർമനന്റ്ലി ക്യാപിറ്റൽ വിഡ്രോ ചെയ്തുകൊണ്ട് പോയില്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് ഫിക്സഡ് ആയിട്ട് നിൽക്കും. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഇനി രണ്ടാമത്തെ അക്കൗണ്ട് കറണ്ട് അക്കൗണ്ട്. ബാക്കിയുള്ള എല്ലാ ട്രാൻസാക്ഷനും, സാലറി കൊടുത്താൽ, ഡ്രോയിങ്സ് വിഡ്രോ ചെയ്തുകൊണ്ട് പോയാൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഉണ്ടെങ്കിൽ, പ്രോഫിറ്റ് ഷെയർ, അഡീഷണൽ പ്രോഫിറ്റ് ഷെയർ, ഇതെല്ലാം എവിടെ വരും? കറണ്ട് അക്കൗണ്ടിലായിരിക്കും എഴുതുന്നത്. ഓക്കെ ആണോ? കറണ്ട് അക്കൗണ്ടിലായിരിക്കും എഴുതുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും കറണ്ട് അക്കൗണ്ടിൽ. മുന്നത്തെ മെത്തേഡിൽ ഇതെല്ലാം ഒരൊറ്റ അക്കൗണ്ടിൽ എഴുതിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ക്യാപിറ്റൽ എന്ത് ചെയ്ത് ഫ്ലക്ച്വേറ്റ് ചെയ്ത്. ഈ മെത്തേഡിൽ ക്യാപിറ്റൽ ഒരൊറ്റ അക്കൗണ്ട് എഴുതും, ബാക്കി എല്ലാ കാര്യങ്ങളും എഴുതാൻ കറണ്ട് അക്കൗണ്ട്. സോ ക്യാപിറ്റൽ റിമൈൻ ഫിക്സഡ് അൺലെസ് ദർ ഈസ് അഡീഷണൽ ഇൻട്രൊഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ ഓർ പെർമനന്റ് വിഡ്രോവൽ ഓഫ് ക്യാപിറ്റൽ. അങ്ങനെ തന്നെ പിടിച്ചു വെക്കണം. ഓക്കെ ആണോ? ഇതിന്റെ ഫീച്ചേഴ്സ് എന്താ? അൺചേഞ്ച്ഡ് ഓർ ഫിക്സഡ് ക്യാപിറ്റൽ ആണ് എക്സെപ്റ്റ് വെൻ ക്യാപിറ്റൽ ഈസ് ഇൻട്രൊഡ്യൂസ് ഓർ വിഡ്രോൺ പെർമനന്റ്ലി. ഇതിലെല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും കറണ്ട് അക്കൗണ്ടിലായിരിക്കും എഴുതുന്നത്. ബിഗ് ഫേംസിനാണ് ഇത് ഏറ്റവും നല്ല എന്താ പറയുക സ്യൂട്ടബിൾ എന്ന് പറയുന്നത്. പ്രൊവൈഡ് എ ക്ലിയർ പിക്ചർ ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ വേഴ്സസ് ഷോർട്ട് ടേം മൂവ്മെന്റ്. ലോങ് ടേം ക്യാപിറ്റലും ഷോർട്ട് ടേം മൂവ്മെന്റ് ഇൻ ക്യാപിറ്റലും എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നു. സോ ഒരു ഫിക്സഡ് ആയിട്ട്, അല്ലെങ്കിൽ സോ ഒരു
ക്ലിയർ പിക്ചർ നൽകാനായിട്ട് ഈ ഒരു മെത്തേഡിന് കഴിയും. ഓക്കെ ആണോ? ഇതാണ് 2 മെത്തേഡ്സ് എന്ന് പറയുന്നത്, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ അതിനകത്ത്? യെസ്. അതിന്റെ ഒരു ഡിഫറൻസും കൂടെ കൊടുത്തിട്ടുണ്ട്. നമ്പർ ഓഫ് അക്കൗണ്ട്സ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ 2 അക്കൗണ്ട്സ് ഉണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് കറന്റ് അക്കൗണ്ട്. ഫ്ലക്ച്വേറ്റിംഗിൽ ഒറ്റ അക്കൗണ്ടേ ഉള്ളൂ, ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ അൺചേഞ്ച് ഫിക്സ്ഡ് ആയിരിക്കും, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ ചേഞ്ച് ചെയ്യും. അഡ്ജസ്റ്റ്മെന്റുകളെല്ലാം ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ കറന്റ് അക്കൗണ്ടിലാണ് ചെയ്യുന്നത്, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ്. ക്യാപിറ്റൽ പൊസിഷനിലുള്ള ക്ലാരിറ്റി ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ഹൈ ക്ലാരിറ്റി ആയിരിക്കും, ഇവിടെ ലെസ് ക്ലാരിറ്റി ആയിരിക്കും. കോംപ്ലക്സിറ്റി എന്ന് പറയുന്ന ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ സ്ലൈറ്റ്ലി മോർ കോംപ്ലക്സ്, ഇത് കുറച്ചുകൂടെ സിമ്പിൾ ആയിരിക്കും ഫ്ലക്ച്വേറ്റിംഗ് ഒറ്റ അക്കൗണ്ട് ചെയ്യുന്നതുകൊണ്ട്. ലാർജ് ഫേംസിനാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഓർ ആസ് പെർ ഡീഡ്. നമ്മളുടെ പാർട്ണർഷിപ്പ് ഡീഡിൽ പ്രത്യേകിച്ച് എടുത്തു പറയുക ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഫോളോ ചെയ്യണം, അങ്ങനെയാണ് അതിനെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യും. അതുപോലെ ലാർജ് ഫേംസ് ആണെങ്കിലും ഫോളോ ചെയ്യാം. ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എങ്കിൽ, ഡീഡിൽ ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡെ ഫോളോ ചെയ്യും. അതൊരു സ്മോൾ ഫേം ആണെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡെ ഫോളോ ചെയ്യും. പാർട്ണർഷിപ്പ് ഡീഡിൽ എടുത്ത് പറഞ്ഞിട്ടില്ല ക്യാപിറ്റൽ ഇന്ന മെത്തേഡിൽ ഫോളോ ചെയ്യും, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഫോളോ ചെയ്യും എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡെ ഫോളോ ചെയ്യത്തുള്ളൂ. ക്ലിയർ ആണോ? പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും അതുപോലെ ഡ്രോയിങ്സും എവിടെ ആയിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്? ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ കറന്റ് അക്കൗണ്ടിലും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ടിലും ആയിരിക്കും അതിന്റെ പോസ്റ്റിംഗ് വരുന്നത്. ഓക്കെ അല്ലേ? ഇനി നേരത്തെ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ പറയുകയാണ്, പാർട്ണർഷിപ്പ് ഡീഡ് വ്യക്തമായി പറഞ്ഞിട്ടില്ല എങ്കിൽ, ക്ലിയർ ആണോ, ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ് ഈസ് ജനറലി ഫോളോഡ് ഇഫ് ഡീഡ് ഇസ് സൈലന്റ്. ക്ലിയർ? അപ്പൊ ഒരു ഫേമിന്റെ പാർട്ണർഷിപ്പ് ഡീഡിന്റെ ടേംസ് അനുസരിച്ച്, കോംപ്ലക്സിറ്റി അനുസരിച്ച്, സൈസ് അനുസരിച്ചുമായിരിക്കും ഏത് മെത്തേഡ് യൂസ് ചെയ്യണോ തീരുമാനിക്കുന്നത്. പാർട്ണർഷിപ്പ് ഡീഡ് ഫിക്സഡ് ക്യാപിറ്റൽ യൂസ് ചെയ്യാൻ പറഞ്ഞില്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് യൂസ് ചെയ്യും. അതാണ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? പിന്നെ കൊടുത്തിട്ടുള്ളത് ഇല്ലിസ്ട്രേഷൻ ആണ്, കണക്കൊന്നും ചോദിക്കത്തില്ല, ജസ്റ്റ് ഒരു ഇല്ലിസ്ട്രേഷൻ ഫോർ എക്സാമ്പിൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കാണിക്കാൻ വേണ്ടി മാത്രമാണ് എടുത്തിട്ടുള്ളത്. P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു നെറ്റ് പ്രോഫിറ്റ് പറഞ്ഞിട്ടുണ്ട്, അത് ആദ്യമേ എടുത്തെഴുതി 30,000 നെറ്റ് പ്രോഫിറ്റ്. ആ പ്രോഫിറ്റിൽ നിന്ന്, ക്ലിയർ, ആ പ്രോഫിറ്റിൽ നിന്ന് സാലറി പോകുന്നുണ്ട് 4,800 രൂപ. അതുപോലെ തന്നെ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 3,000, 1,800 പോകുന്നുണ്ട്. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇവർ തരുന്നുണ്ട്, റാമും തരുന്നുണ്ട്, റഹീമും തരുന്നുണ്ട്, 240, 300 രൂപയും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് തരുന്നുണ്ട്. ഇതെല്ലാം കഴിച്ച് അപ്പൊ ഇതിന്റെ ടോട്ടൽ എത്രയാ? 30,540 ടോട്ടൽ വരും. ഇവിടെയും 30,540. ദിസ് ഇസ് ദ ലാർജസ്റ്റ് ബിഗസ്റ്റ് നമ്പർ, അതുകൊണ്ട് 30,540 രണ്ടെടുത്ത് എഴുതി. ബാലൻസ് ഫിഗർ നമുക്ക് ഈ ഒരു ഫിഗർ കിട്ടും. ഇതിന് ടോട്ടലാണ് കിട്ടുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യും? അതിനെ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും, പറഞ്ഞിട്ടുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും. റേഷ്യോ ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല, സോ നമ്മൾ എന്ത് ചെയ്യും? ഈക്വലി ഡിവൈഡ് ചെയ്യും. 1:1 റേഷ്യോ, അതാണ് 1/2 1/2 എന്ന് പറയുന്നത്. സോ 1/2 1/2 ഈക്വലി ഡിവൈഡ് ചെയ്യും ബാക്കി വന്നത്. ഓക്കെ ആണോ? അപ്പൊ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആയതുകൊണ്ട് ഈക്വലി ഡിവൈഡ് ചെയ്ത് എങ്ങോട്ടേക്ക് പോകും? അവരുടെ റെസ്പെക്റ്റീവ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോകും. റാമിന്റെയും റഹീമിന്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോകും. ഇവിടെ കറണ്ട് അക്കൗണ്ട് എന്നാ എഴുതിയത്. എന്തുകൊണ്ടാണ്? നമ്മൾ ഫോളോ ചെയ്യുന്ന ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആയതുകൊണ്ട് കറണ്ട് അക്കൗണ്ട് എഴുതി. റാമിന്റെ കറണ്ട് അക്കൗണ്ട് റഹീമിന്റെ കറണ്ട് അക്കൗണ്ടിലോട്ടും പോകും. കാരണം ക്വസ്റ്റ്യൻ ഒന്നും നമ്മളോട് പറയുന്നില്ല. സോ ബൈ ഡിഫോൾട്ട് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ ആണ്, അല്ല സോറി, നമ്മൾ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ഫിക്സഡ് ക്യാപിറ്റൽ ഫോളോ ചെയ്യാൻ, അതുകൊണ്ട് നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ ആണ് ഫോളോ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ചെയ്യുകയാണ്. റാമിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് റഹീമിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ള ബാലൻസ് മാത്രമേ അതിനകത്ത് വരത്തുള്ളൂ. സോ ഇറ്റ് റിമൈൻ ഫിക്സഡ്. ഇത് ഫിക്സഡ് ആയിട്ട് നിലനിൽക്കുന്നു, ഒരു ചേഞ്ചും ഇല്ല. ചേഞ്ച് വരണമെങ്കിൽ അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് വരണം, പെർമനന്റ് അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് ഇവിടെ വരും, അല്ലെങ്കിൽ പെർമനന്റ് വിഡ്രോവൽ വരണം. ഇത് രണ്ടും ഇല്ലാത്തടത്തോളം കാലം ഫിക്സഡ് ക്യാപിറ്റൽ ആയിട്ട് നിലനിൽക്കും. അവരുടെ കറണ്ട് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യും. ബാക്കിയുള്ള എല്ലാ ട്രാൻസാക്ഷനും കറണ്ട് അക്കൗണ്ടിലായിരിക്കും കാണിക്കുന്നത്. കറണ്ട് അക്കൗണ്ട് ഓക്കെ ആണോ? അപ്പൊ റാമിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട്, റാമിന്റെ കറണ്ട് അക്കൗണ്ട്, റഹീമിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഇവിടെ ഫോളോ ചെയ്തിട്ടുള്ളത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. അത് എടുത്ത് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഫോളോ ചെയ്തത്. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പ്രിപ്പയർ ക്യാപിറ്റൽ ആൻഡ് കറണ്ട് അക്കൗണ്ട് ഓഫ് റാം ആൻഡ് റഹീം. അല്ലാത്ത പക്ഷം ക്വസ്റ്റ്യൻ ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ നമ്മൾ ഫോളോ ചെയ്യുക. പക്ഷെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കേണ്ട ആവശ്യമില്ല. എന്തൊക്കെയാണ് എവിടൊക്കെയാണ് വരുന്നതെന്ന് മാത്രം മനസ്സിലാക്കിയാൽ ഒരു എക്സാമ്പിളിന് വേണ്ടി കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ P&L വരെ, ട്രേഡിംഗ് P&L വരെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാർട്ണർഷിപ്പ് ഫാം അടുത്ത് പ്രിപ്പയർ ചെയ്യുന്ന P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, അത് കഴിയുമ്പോൾ റാം ക്യാപിറ്റൽ അക്കൗണ്ട് എന്നല്ല, ഏത് ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് ദ പാർട്ണർ,
that can be prepared either in fluctuating capital method or fixed capital. പിടികിട്ടിയോ? ഓക്കെ ആണോ?